തേർഡ് മോഡ്യൂൾ തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് തേർഡ് മോഡ്യൂളിനകത്ത് നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ളത് എന്നാന്ന് വെച്ചാൽ ഗിയറിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഗിയർ ട്രെയിനിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതല്ലാതെ പിന്നെ സിന്തസിസ്, 2 പോയിൻറ്റ് സിന്തസിസ് ആൻഡ് 3 പോയിൻറ്റ് സിന്തസിസ്, ഓവർലേ മെത്തേഡ്, ഫ്രൂഡൻസ്റ്റൈൻ ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. അതിനകത്ത് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പാർട്ട് ബിയിൽ നിന്ന് ഓർ എ എന്ന് പറയുന്നത് ഗിയർ ആൻഡ് ഗിയർ ട്രെയിൻ ആണ്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? ഗിയർ ഉണ്ടെന്ന് പറഞ്ഞു, ഗിയർ ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, സിന്തസിസ് 2 പോയിൻറ്റ് സിന്തസിസ്, 3 പോയിൻറ്റ് സിന്തസിസ് ഉണ്ടെന്ന് പറഞ്ഞു, ഓവർലേ മെത്തേഡ്, അങ്ങനെ പറഞ്ഞു കുറേ ഉണ്ട്. അതിനകത്ത് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാർട്ട് ബിയിലെ ഓർ എ എന്ന് പറയുന്നത് ഗിയർ അല്ലെങ്കിൽ ഗിയർ ട്രെയിൻ. ഓക്കെ, ഗിയറിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം വരാം, അല്ലെങ്കിൽ ഗിയർ ട്രെയിനിൽ നിന്ന് ചോദ്യം വരാം. പഠിക്കേണ്ട 2 ടോപ്പിക്കാണ്, ഗിയറിൻ്റെ ടോപ്പിക്കും ഗിയർ ട്രെയിനിൻ്റെ ടോപ്പിക്കും. അപ്പോൾ ഈ 2 ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് തേർഡ് മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഗിയർ എന്ന് പറയുന്ന സംഭവം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് കുറേ ഇക്വേഷൻസ് കാണും. ഗിയർ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ദെയർ ആർ സെറ്റ് ഓഫ് ഇക്വേഷൻ. അതിനെ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് എന്താണോ ചോദിച്ചിരിക്കുന്ന ആ ഇക്വേഷൻ എടുത്തിട്ട് കൊടുത്ത് നമ്മളതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ സംഭവം. ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ഇക്വേഷൻസ് പഠിക്കുക, അതും വെച്ച് ചോദ്യം നോക്കിയിട്ട് ഇന്നതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ആ ഇക്വേഷൻസ് ഇട്ട് കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ ഗിയർ. വലിയ തലവേദനയുള്ള കാര്യമോ വലിയ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമോ അങ്ങനെയൊന്നുമില്ല. അതാണ് ഗിയർ. ഓക്കെ, അപ്പം മൊഡ്യൂൾ 3-ലെ 2 കാര്യമാണ് ഗിയറും ഗിയർ ട്രെയിനും. അതിനകത്ത് ഗിയർ എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇക്വേഷൻസ് പഠിക്കുക, അതെടുത്തിട്ട് കൊടുക്കുക. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു 4 ഗിയർ ട്രെയിൻ ഉണ്ട്. സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, റിവേർട്ടഡ് ഗിയർ ഗിയർ ട്രെയിൻ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഈ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിളും കോമ്പൗണ്ടിൻ്റെ എല്ലാം ഒരു കൂടിക്കാഴ്ചയായിട്ട് വരും ഈ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഓക്കെ, അപ്പം 4 ഗിയർ ട്രെയിൻ്റെ അകത്ത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എന്നാ പറയുന്നത്, 2 ഗിയർ ഒരു ആമിൽ ഇങ്ങനെ നിൽക്കും. ഈ ഗിയർ ഇത്ര സ്പീഡിൽ ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ ഈ ഗിയർ എത്ര സ്പീഡിൽ ഏത് ഡയറക്ഷനിൽ കറങ്ങും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഈ ഗിയർ ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ, ഇതിപ്പോൾ ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ ഇതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നത്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കണക്കാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. രണ്ടും വളരെ സിമ്പിളാണ്. ഗിയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, അതെടുത്തിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു 3 ക്വസ്റ്റ്യൻസ് ഏതാണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ലെവലിലായിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. അത് വെച്ച് നമുക്ക് ഗിയർ ട്രെയിനിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ തേർഡ് മോഡ്യൂളിൽ നിന്ന് പഠിക്കാനുള്ളത്. ഗിയറിൻ്റെ കുറച്ച് കാര്യങ്ങളും ഗിയർ ട്രെയിനിൻ്റെ കുറച്ച് കാര്യങ്ങളും, ഈ 2 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഡ്യൂൾ 3 സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. തിയറിയൊക്കെ ഞാൻ വേറെ പറയാം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് പാർട്ട് ബി അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് ചോദിക്കുന്ന സാധനത്തിൽ നിന്ന് നമുക്ക് ഓർ എ ആയിട്ട് ചോദിക്കത്തില്ലേ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പാർട്ട് ബി അങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. അപ്പോൾ പഠിക്കാനുള്ളത് ഗിയറും ഗിയർ ട്രെയിനും. ഓക്കെ, മോഡ്യൂൾ 3 ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജയിക്കാനായിട്ട് നമുക്ക് ഉള്ള പാർട്ട് ബിയിലെ ഓർ എ എന്ന് പറയുന്ന ടോപ്പിക്ക്, അതിൻ്റെ അകത്തുള്ള 2 ടോപ്പിക്കാണ് ഗിയറും ഗിയർ ട്രെയിനും. ഓക്കെ, അപ്പം ഗിയർ നോക്കാം. അപ്പോൾ ഗിയറാണ് ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗിയർ ട്രെയിൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ഒരുപാട് കോൺസെപ്റ്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് വേണ്ട ആവശ്യങ്ങളുള്ള കാര്യം മാത്രം പറയാം. അതിനെ നിങ്ങൾ നോക്കി വെക്കുക, എന്നിട്ട് അത് നിങ്ങൾ പ്രോബ്ലത്തിൽ കൊടുത്ത് അങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പം ഗിയർ എന്ന് പറയുന്ന സാധനം അറിയാമല്ലോ, എങ്ങനെ ഇരിക്കും? എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കുറേ പല്ലിങ്ങനെ കാണും. ഇതാണ് എന്തോന്ന് ഗിയർ. ഇതെല്ലാം ഒരേപോലെ കറക്റ്റായിട്ടിരിക്കും. ഇങ്ങനെയല്ല. അപ്പം ഇതിൻ്റെ അകത്ത് എന്തോന്ന് വരും? വേറൊരു ഗിയർ വന്ന് മെഷ് ചെയ്യും. അപ്പം ഇത് 2 ഗിയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ ഗിയറിനെ നമ്മൾ വീലെന്ന് പറഞ്ഞ് വിളിക്കും, വലുതിനെ വീലെന്ന് പറഞ്ഞ് വിളിക്കും, ചെറുതിനെ പിനിയൻ എന്ന് പറഞ്ഞ് വിളിക്കും. ഓക്കെ, അപ്പം ഒരുപാട് കൺഫ്യൂസ് കണ്ട, വീലെന്ന് പറഞ്ഞ് വിളിച്ചു, ചെറുതിനെ പിനിയൻ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ടീത്ത് കൂടിയതിന് വലുതെന്ന് പറഞ്ഞാൽ ടീത്ത് കൂടിയത്. ശരി, അപ്പം ഒരു വീലെന്ന് പറയുമ്പം ഇതിന് നമ്പർ ഓഫ് ടീത്ത് കാണും. ഓക്കെ, നമ്പർ ഓഫ് ടീത്ത് കാണും. അതിനാണ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ വീലിന് എടുക്കുക. ഇപ്പോൾ പിനിയൻ ആണെങ്കിലോ നമ്പർ ഓഫ് ടീത്ത് എത്ര എടുക്കും? നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? സ്മോൾ ടി വെച്ച് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ വീലിന് നമ്പർ ഓഫ് ടീത്തിന് നമ്മൾ ക്യാപിറ്റൽ ടി ആയിട്ട് ഡിനോട്ട് ചെയ്തു, പിനിയൻ്റെ നമ്പർ ഓഫ് ടീത്തിനെ സ്മോൾ ടി ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇനിയിപ്പം ഡയമീറ്റർ ഓഫ് ദ ഗിയർ, ഡയമീറ്റർ ഓഫ് വീലിനെ നമ്മൾ എങ്ങനെ എടുക്കും? ക്യാപിറ്റൽ ഡി ആയിട്ട് എടുത്തു. അതുപോലെ ഡയമീറ്റർ ഓഫ് പിനിയൻ ഗിയറിനെയോ എന്നാന്ന് എടുത്തു? സ്മോൾ ഡി ആയിട്ട് എടുത്തു. ഓക്കെ, ഈ ഗിയറിൻ്റെ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിന് ഡിനോട്ട് ചെയ്യുന്ന എം എന്നാണ്, ക്യാപിറ്റൽ എം. ഡയമീറ്റർ ഓഫ് ദ വീല് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓഫ് വീല്, അതാണ് ഡി ബൈ ടി. ഇവിടെ ആണെങ്കിലോ സ്മോൾ ഡി ബൈ സ്മോൾ ടി. ഓക്കെ, അതാണ് മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ നമുക്കിപ്പോൾ നമ്പർ ഓഫ് ടീത്തും തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡി ബൈ ടി ചെയ്താൽ മതി. ഓക്കെ, ശരി. അപ്പം നമുക്കിപ്പോൾ ഇതിൽ നിന്നും എന്തോന്ന് മനസ്സിലായി? എം ഇസ് ഈക്വൽ ടു ഡി ബൈ ടി ആണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു, ഇപ്പം നമുക്ക് മോഡ്യൂളും തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ടിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണെങ്കിലോ
ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു എം ടി. ഇവിടെയാണെങ്കിലോ സ്മോൾ ഡി ഈസ് ഈക്വൽ ടു എം ടി. ഗിയറിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണെങ്കിലോ എം ടി ബൈ 2 എടുക്കാം. അതുപോലെ തന്നെ ഇപ്പറയും ക്യാപിറ്റൽ ഡി അല്ലേ കൊടുത്തിരുന്നത്, അപ്പോൾ അതിൻ്റെ റേഡിയസിനെ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം എം ടി ബൈ 2. ഓക്കെ. ഡയമീറ്റർ പിച്ച് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി സഫിക്സ് ആയിട്ട് ഡി. ഓക്കെ, പി ഡി എന്ന് പറഞ്ഞിടും. ഇതെന്താണെന്ന് വെച്ചാൽ പി ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ബൈ ഡയമീറ്റർ ആണ്. അതായത് നമ്പർ ഓഫ് ടീത്ത് ബൈ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ മോഡ്യൂളിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, ഇതിനെ തിരിച്ചിട്ടിരിക്കുമല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തോന്ന് വിളിക്കാം? 1 മോഡ്യൂൾ എന്ന് വിളിക്കത്തില്ലേ? 1 മോഡ്യൂൾ എന്ന് വിളിക്കാം. അപ്പോൾ പി ഡി ഈക്വൽ ടു ടി ബൈ ഡി ആണ്, അല്ലെങ്കിൽ 1 മോഡ്യൂളാണ്. ഇപ്പോൾ മോഡ്യൂൾ തന്നിട്ടുണ്ട്, നമുക്ക് ഡയമീറ്റർ പിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 m ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെയോ പി ഡി എന്ന് പറയുന്നത് എത്ര വരും? ക്യാപിറ്റൽ ടി ബൈ ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 1 മോഡ്യൂൾ. ഓക്കെ, അത് അവിടെ അങ്ങനെ ഒരു സംഭവം. ഡയമീറ്റർ പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ സർക്കുലാർ പിച്ച് എന്ന് പറയുന്നത് പി സി ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? പൈ എം എന്നാണ് പറയുന്നത്. പൈ ഇൻറ്റു മോഡ്യൂൾ. പൈ ഇൻറ്റു മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ മോഡ്യൂളിനെ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലേ? പൈ ഇൻറ്റു ഡി ബൈ ടി എന്ന് എഴുതത്തില്ലേ? സ്മോൾ ഡി. ഇപ്പോൾ പിന്നീട് കേസല്ലേ പറയുന്നത്, അപ്പോൾ സ്മോൾ ഡി ബൈ ടി എന്ന് എഴുതത്തില്ലേ? അപ്പോൾ അതുപോലെ പറയുകയാണെങ്കിൽ ഇത് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ മതി. എന്താണ്? പി സി ഈക്വൽ ടു പൈ ഇൻറ്റു മോഡ്യൂള്, അങ്ങനെ പറഞ്ഞാൽ പൈ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ ടി. ഓക്കെ. ക്യാപിറ്റൽ ടി. മോഡ്യൂൾ എം എന്ന് പറയുന്നത് എം ഈക്വൽ ടു ഡി ബൈ ടി ആണ്. അതിപ്പോൾ വീലിൻ്റെ കേസാണെങ്കിൽ ക്യാപിറ്റൽ ഡി ബൈ ക്യാപിറ്റൽ ടി. അതിപ്പോൾ പിനിയൻ്റെ കേസിലാണെങ്കിൽ സ്മോൾ ഡി ബൈ ടി. അത്രേ ഉള്ളൂ. പിന്നെ ഡി ഈക്വൽ ടു, അതിൽ നിന്ന് ഡി ഈക്വൽ ടു എം ടി അല്ലേ? മോഡ്യൂൾ ഇൻറ്റു ടി നമ്പർ ഓഫ് ടീത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ കിട്ടും. അതുപോലെ തന്നെ നേരെ തിരിച്ചു. അപ്പോൾ ടി ഈക്വൽ ടു ഡി ബൈ എം എന്ന് പറഞ്ഞു. ഡയമീറ്റർ പിച്ച് പി ഡി എന്ന് പറയുന്നത് എന്തോന്നാണ്? ടി ബൈ ഡി ആണ്. മറ്റേത് ഡി ബൈ ടി ആയിരുന്നു, ടി ബൈ ഡി ആണ്. അതായത് മോഡ്യൂളിൻ്റെ റെസിപ്രോക്കൽ. അതുകൊണ്ടാണ് അതിനെ 1 m എന്ന് പറഞ്ഞ് എടുത്തത്. ഓക്കെ, ഇതൊരു ഇക്വേഷൻ. ഇനി അടുത്ത സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ ഇൻറ്റു പൈ ആണ്, പൈ എം ആണ്. അല്ലെങ്കിൽ എന്തോന്നാണ്? പൈ ഡി ബൈ ടി. മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡി ബൈ ടി അല്ലേ, പിന്നെ പൈ ഡി ബൈ ടി എന്ന് പറഞ്ഞ് വരും. ഇവിടെ ഞാൻ ഇതിനെ വീല് എന്ന് പറഞ്ഞെടുത്തു, ഇതിനെ പിനിയൻ എന്ന് പറഞ്ഞെടുത്തു. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഗിയർ എ എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇതിനെ ഗിയർ ബി എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എഴുതിക്കോണം. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഗിയർ 1 എന്ന് പറഞ്ഞായിരിക്കും ഇതിനെ എടുക്കുന്നത്, ഇതിനെ ഗിയർ ചിലപ്പോൾ 2 എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എഴുതിക്കോണം. അതായത് അപ്പോൾ നിങ്ങൾ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് നിങ്ങളപ്പോൾ എങ്ങനെ എഴുതും? ടി ബി എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും. ടി ബി എന്ന് പറഞ്ഞ് ചിലപ്പോൾ എഴുതുമായിരിക്കും. ടി ബി എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും, ഡി ബി എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും. അതിപ്പോൾ നമ്പർ ഇങ്ങനെയാണെങ്കിലോ T2 എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും, ചിലപ്പോൾ ഡി 2 എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും. ആ ഒരു രീതിയിൽ ഇവിടെയാണെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ തന്നെ യൂസ് ചെയ്തിരിക്കും. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ടീത്തിനാണെങ്കിൽ ടി എ എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും. അതുപോലെ തന്നെ ഡി എ എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും. അതുപോലെ തന്നെ T1 എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും, D1 എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക. പിന്നെ നമ്മൾ ഏത് തന്നെയാണോ എടുക്കുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനെയാണ് പിന്നെ ക്യാപിറ്റലായിട്ട് എടുത്തിരിക്കുക, നിങ്ങൾ ഇതിനെ മാത്രം ക്യാപിറ്റലായിട്ട് വെച്ച് ആ ഒരു രീതിയിൽ എടുക്കുക. ഇതിനിപ്പോൾ സ്മോൾ ആയിട്ട് എടുക്കുക. ഓക്കെ. ബേസിക്കലി നമ്മൾ വീൽ എന്ന് പറയുന്ന സാധനത്തിന്, അതായത് വലുതായിട്ടുള്ള സാധനത്തിന് മിക്കപ്പോഴും ക്യാപ്സൽ കൊടുത്ത് എഴുതും. സ്മോൾ ആയിട്ടുള്ള ചെറിയ ഒരു ഗിയറിനെ വന്നിട്ട് പിനിയറിനെ വന്നിട്ട് നമ്മളെപ്പോഴും സ്മോൾ ആയിട്ട് എടുക്കും. അങ്ങനെയാണ് സാധനം. ക്യാപിറ്റൽ ആർ എ എന്ന് പറയുന്നത് എന്തോന്നാണ്? ആർ പ്ലസ് അഡണ്ടം ആണ്. ഇത് ഏതിൻ്റെ കേസാണ്? കാണാമോ? ഓക്കെ. വീലിൻ്റെ കേസിൽ ആർ എ പ്ലസ് അഡണ്ടം. ഇനി ഇതിപ്പം പിനിയൻ്റെ കേസിലാണെങ്കിലോ ആർ എ എന്ന് പറയുന്നത് ആർ പ്ലസ് അഡണ്ടമാണ്. ഓക്കെ. അതിൻ്റെ അകത്ത് ഈ അഡണ്ടം കോമൺ ആണ്. ഇത് രണ്ടെണ്ണമാണ് വ്യത്യാസം. ഇതെന്ന് പറയുന്നത് എന്തോന്ന്? വീലിൻ്റെ ക്യാപിറ്റൽ ആർ എ ആണ്. ആർ എന്ന് പറയുന്നത് വീലിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ. സ്മോൾ ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പിനിയൻ്റെ റേഡിയസ് ആണ്. ആർ എ എന്ന് പറയുന്നത് പിനിയൻ്റെ ആണ്. ഓക്കെ. ആർ എ എന്ന് പറഞ്ഞാൽ അഡണ്ടം റേഡിയസ്. ഓക്കെ. അഡണ്ടത്തിൻ്റെ റേഡിയസ് എന്നാണ്. ഓക്കെ. അഡണ്ടം റേഡിയസ് വേറെയാണ്, അഡണ്ടം വേറെയാണ്. അത്രയും മാത്രം ജസ്റ്റ് വെക്കുക. ഓക്കെ. ഇനിയിപ്പോൾ പാത്ത് ഓഫ് അപ്രോച്ച് എന്ന് പറയും. പാത്ത് ഓഫ് അപ്രോച്ച് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് KP എന്നാണ്. KP. അതിൻ്റെ ഇക്വേഷൻ RA² മൈനസ് R² cos സ്ക്വയർ ഫൈ മൈനസ് R sin ഫൈ. ഓക്കെ.
ആർ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ്. ഇത് ഇത്ര റൂട്ടിന്റെ അകത്ത് വരും, എന്നിട്ട് ഈ മൈനസ് ആർ സൈൻ ഫൈവ് ഉണ്ടല്ലോ അത് റൂട്ടിന് പുറത്ത് വരും. അപ്പോൾ ഇതാണ് പാത്ത് ഓഫ് അപ്രോച്ച്, കെ പി എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ ഇതാണ്. ഇനി ഈ കോസ് സ്ക്വയർ ഫൈവിനെ നമ്മൾ കാൽക്കുലേറ്ററിൽ ഇട്ട് അടിക്കാൻ നേരത്തെ എങ്ങനെ അടിക്കുമെന്ന് അറിയാമോ? കോസ് ഫൈവ് സ്ക്വയർ എന്നായിരിക്കും അടിക്കുന്നത്. ഓക്കെ, ഫൈവ് ഇസിക്കൽ ഇപ്പം ഞാനിവിടെ ഒരു 30 ഡിഗ്രിയാന്ന് എടുക്കുവാന്ന് വിചാരിച്ചു. അപ്പം 30 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഇസിക്കൽ ടു ഇങ്ങനെ വേണം അടിക്കാനായിട്ട്. പാത്ത് ഓഫ് റിസസ് അതിനെ പറയുന്നതാണ് പി എൽ. ഓക്കെ, കെ പി പി എൽ. ഇതിന് പി എല്ലിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ സ്മോൾ ആർ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ് മൈനസ് ആർ സൈൻ ഫൈവ്. അതിൻ്റെ അകത്ത് ഈ കോസ് സ്ക്വയർ ഫൈവ് മുതൽ ഇവിടം വരെ ഉള്ളത് റൂട്ടിൻ്റെ അകത്ത് കിടക്കും. ഓക്കെ, റൂട്ട് ആർ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ് മൈനസ് ആർ സൈൻ ഫൈവ്. സെയിം ഇക്വേഷൻ തന്നെ ഇതിൻ്റെ അകത്ത് ക്യാപിറ്റൽ ആർ ആയിട്ട് കിടക്കുന്നത് മൊത്തം ഇവിടെ സ്മോൾ ആർ ആയി. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, കെ എൽ എന്ന് പറയുന്നത്, അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കെ പി എൽ ഇങ്ങനെയാണ്. അപ്പോൾ കെ പി ആണ് കെ പി പാത്ത് ഓഫ് അപ്രോച്ച്, പി എൽ ആണ് പാത്ത് ഓഫ് റിസസ്. കെ എൽ എന്ന് പറഞ്ഞതാണ് നമ്മളിപ്പോൾ കെ എൽ എന്ന് പറയുമ്പോൾ എന്തോന്ന് വരും? കെ പിയും പി എല്ലും കൂടെ കൂട്ടുന്നതല്ലേ? കെ പിയും പി എല്ലും കൂടെ കൂട്ടുന്നതല്ലേ കെ എൽ അല്ലേ? അത് തന്നെ, കെ എൽ ഇസ് ഈക്വൽ ടു കെ പി പ്ലസ് പി എൽ ആണ്. അപ്പം ഈ കെ എല്ലിന് നമ്മൾ പറയുന്ന പേരാണ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. ഷോർട്ടായിട്ട് എൽ പി സി എന്ന് പറയും. എൽ പി സി എന്ന് പറയുന്നതാണ് എന്തോന്ന്? ഈ സാധനം. ഓക്കെ, അപ്പം എൽ പി സി ഇസ് ഈക്വൽ ടു കെ എൽ ആണ്. കെ എൽ എന്ന് പറഞ്ഞത് എന്താണ്? കെ പി പ്ലസ് പി എൽ ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്, അതായത് അതിനെ നമ്മൾ എൽ എ സി എന്നാണ് വിളിക്കുന്നത്. എൽ എ സി, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്, എൽ എ സി. എൽ എ സി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ഇല്ലേ, ഇത്, അതായത് കെ എൽ, അതായത് കെ പി പ്ലസ് പി എൽ, അതിനെ കോസ് ഫൈവ് കൊണ്ട് ചെയ്യുന്നതാണ് എൽ എ സി. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഓക്കെ, എൽ എ സി എന്ന് പറഞ്ഞാൽ എൽ പി സി ബൈ കോസ് ഫൈവ്. ഇനി കോണ്ടാക്ട് റേഷ്യോ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ സി ആർ എന്നാണ് പറയുന്നത്. അതിനെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇല്ല, ഈ കണ്ടുപിടിച്ച ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ബൈ പി സി ചെയ്യുന്നതാണ്. പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലാർ പിച്ച്. ഞാനിവിടെ പറഞ്ഞില്ലേ സർക്കുലാർ പിച്ച്, പൈ എം. മോഡ്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ പൈ ഇൻറ്റു എം എന്ന് പറഞ്ഞ് ചെയ്താൽ മതി. അല്ല ഡിയും ടിയും ആണ് തന്നിരിക്കുന്നതെങ്കിൽ പൈ ഇൻറ്റു ഡി ബൈ ടി ചെയ്താൽ മതി. അങ്ങനെ പി സി ചെയ്ത് എൽ എ സി ബൈ പി സി ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്ട് റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പം കെ എൽ എന്ന് പറയുന്നതാണ് എന്തോന്ന്? ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. അപ്പം അതിൻ്റെ ഇക്വേഷൻ ഇതും കൂടെ കൂട്ടുന്നതാണ്. ഓക്കെ, അപ്പം എൽ പി സിക്ക് ഒറ്റ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ ഇക്വേഷൻ? എൽ പി സി സിക്കൽ ടു, ഇത് രണ്ടെണ്ണം കൂട്ടി എഴുതുന്നതാണ്. ആർ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ്, അതായത് ഈ ഇക്വേഷൻ. അതിനെ പിന്നെ പ്ലസ് ഇത് മിച്ചം നമുക്ക് അവസാനം ഒരുമിച്ച് എഴുതാം, ഇതിൻ്റെയും കൂടെ. ഓക്കെ, അതിനുശേഷം ആർ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇതും എഴുതി. ഇനിയിപ്പം ഇത് മൈനസ് ആർ പ്ലസ് ആർ ഒരുമിച്ച് എഴുതി സൈൻ ഫൈവ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ, ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. ഒന്നെങ്കിൽ നമുക്ക് കെ പി ചെയ്യുക, പി എൽ ചെയ്യുക, എന്നിട്ട് അതിനെ തമ്മിൽ കൂട്ടി എഴുതുക, അങ്ങനെയും എഴുതാം എൽ പി സി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്തോന്ന് ചെയ്യാം, നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എൽ പി സി എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളാണ്, ആ ആംഗിൾ തരും. ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളാണ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. മോഡ്യൂളിൻ്റെ ഒരു സെറ്റ് ഇക്വേഷന്, ഒരു ഇക്വേഷന്, ഡയമീറ്റർ പിച്ചിൻ്റെ ഒരു ഇക്വേഷന്, സർക്കുലർ പിച്ചിൻ്റെ ഒരു ഇക്വേഷന്, പാത്ത് ഓഫ് അപ്രോച്ചിൻ്റെ ഒരു ഇക്വേഷന്, ഓക്കെ, പാത്ത് ഓഫ് റിസസിൻ്റെ ഒരു ഇക്വേഷന്, പിന്നെ എൽ പി സി എന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ ചേർന്ന ഒരു ഇക്വേഷൻ. ഇത് വേണമെങ്കിൽ ഇത് പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഒന്നെങ്കിൽ ഇത് രണ്ടെണ്ണം പഠിക്കുക, അല്ലെങ്കിൽ ഇത് ഒരെണ്ണം പഠിക്കുക എന്നുള്ള രീതിയിൽ എടുക്കുക. ചിലപ്പോൾ ഇതായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇതും കൂടെ കൂട്ടിയാൽ നമുക്ക് ഇത് കിട്ടും. പക്ഷേ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാടായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഇത് തന്നെ പഠിച്ചു വെക്കുക, ഇത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. ഓക്കെ, ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ കെ പി പ്ലസ് പി എൽ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. എന്നിട്ട് ഏഴാമത്തെ ഇക്വേഷൻ ലെങ്ത് ഓഫ് എൽ എ സി കണ്ടുപിടിക്കേണ്ടത്, എൽ പി സി ബൈ കോസ് ഫൈവ് ചെയ്താൽ മതി എൽ എ സി. അതിനുശേഷം കോണ്ടാക്ട് റേഷ്യോ, അതിൻ്റെ ഇത് എട്ടാമത്തേതായിട്ട് ഞാൻ എടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു 8 ഇക്വേഷൻ പഠിക്കണമെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ പറയാം. ഗിയർ റേഷ്യോ ക്യാപിറ്റൽ ലെറ്റർ ജി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ജി ഇസിക്കൽ ടു ടി ബൈ ടി എന്നാണ്. ടി എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്നാണ്? വീലിൻ്റെ നമ്പർ ഓഫ് ടീത്ത്. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ അറിയാലോ
പിനിയൻ്റെ നമ്പർ ഓഫ് ടീത്ത്. അതുപോലെ തന്നെ നമുക്കിതിനെ T/T = ω1/ω2 എന്ന് എഴുതാം. അതുപോലെ തന്നെ N1/N2 എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ, ഗിയർ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ω1 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്ത് ω2 കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ω1 ω2 ഉണ്ടെങ്കിൽ അതിനെ തമ്മിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഗിയർ റേഷ്യോയും കണ്ടുപിടിക്കാം. അതുപോലെ തന്നെയാണ് ഇത് N1/N2, G = N1/N2 എന്നാണ്. G = T/T എന്നാണ്. ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിയർ റേഷ്യോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാം. ഇതും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. അങ്ങനെ ഇതെല്ലാം ഒരു റിലേഷൻ ആണ്. G = T/T ആണ്, ω1/ω2 ആണ്, N1/N2 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു റിലേഷൻ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 9 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ശരി. ഇനിയിപ്പം വേറൊരു കാര്യം ചില സമയത്ത് ചോദിക്കും, ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. ആംഗിൾ ടേൺഡ് ത്രൂ പിനിയൻ where one pair of teeth is in mesh എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം ഇങ്ങനെ ചോദിക്കാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സംഭവത്തിന് നമ്മൾ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുമല്ലോ, അതിനെ കണ്ടുപിടിച്ചിട്ട് അത് ഡിവൈഡഡ് ബൈ പിനിയൻ്റെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിനിയൻ്റെ സർക്യൂംഫറൻസ് ഓഫ് പിനിയൻ ഇൻറ്റു 360 ഡിഗ്രി. ഒരു ഗിയർ എന്ന് പറയുമ്പോൾ മൊത്തം 360 ഡിഗ്രി അല്ലേ, 360 ഡിഗ്രി. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ ചോദ്യത്തിൽ ഇപ്പം കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തില്ലേ, എന്നതാ ഇതിൻ്റെ അഡണ്ടം കണ്ടുപിടിക്കുക, ഇതിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുക, ഇതിൻ്റെ കോണ്ടാക്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ചില സമയത്ത് ഇങ്ങനെ ചോദിക്കാം, ആംഗിൾ ടേൺഡ് ത്രൂ പിനിയൻ വെയർ വൺ പെയർ ഓഫ് ടീത്ത് ഇസ് ഇൻ മെഷ്. അങ്ങനെ പറഞ്ഞ് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിച്ചിരിക്കും. അതിനെ പിനിയന്റെ സർക്യൂംഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സർക്യൂംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ πd, സ്മോൾ ഡി കൊടുക്കാൻ കാരണം ഇത് പിനിയൻ ആണ്. ഓക്കെ, πd. ഇപ്പൊ നമുക്ക് ഡി അല്ല റേഡിയസ് ആണ് അറിയാമെങ്കിൽ 2πr. ഇത് ഞാൻ 10 എന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത വേറൊരു സാധനമുണ്ട്, വെലോസിറ്റി ഓഫ് സ്ലൈഡിങ്. അതായത് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് VS എന്ന് പറഞ്ഞാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ VS എന്ന് പറയുന്നത് ω1 + ω2 ഇൻറ്റു, ഇപ്പം അവർ പറയുന്നത് ചിലപ്പം പാത്ത് ഓഫ് അപ്രോച്ചിലെ വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് കണ്ടുപിടിക്കുക എന്നായിരിക്കും പറയുന്നത്. അപ്പം KP. അല്ല പാത്ത് ഓഫ് റിസസിലെയാണ് ചോദിക്കുന്നതെങ്കിൽ ω1 + ω2 PL. ഓക്കെ, ഇതിന് ഞാൻ 11 പറഞ്ഞെടുത്തു. പിന്നെ V = Rω. ആ ഒരു ഇക്വേഷനും കൂടെ നോക്കി വെച്ചോളൂ, അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു സെറ്റ് ഇക്വേഷൻസ് ഇത് ഇത്രയും എന്തോന്ന് ഗിയറിന്റെ സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ ഗിയറിന്റെ ഒരു ചെറിയൊരു സബ് ടോപ്പിക് ഉണ്ട്. ആ സബ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇന്റർഫറൻസ് ഇൻ ഗിയർസ്. അതായത് ഇപ്പോൾ ഒരു പല്ലെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുക, ഇനി ഒരു പല്ലെന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് ഇതിൻ്റെ അകത്ത് മെഷീനാകാൻ വേണ്ടിയിട്ട് വരിക. അപ്പം ഇതാദ്യം ഇങ്ങനെ കയറി ഇങ്ങനെ ലോക്കായില്ലേ വരുന്നത്. അപ്പോൾ ആദ്യം ഇതിങ്ങനെ വരാൻ നേരത്തെ ഇതിൻ്റെ അകത്തേക്ക് ഇടിക്കുക പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ആയിപ്പോൾ, ഇതിവിടെ ഇങ്ങനെ തട്ടുന്ന പോലെ ആയിപ്പോൾ. അപ്പോൾ ഇവിടെ ഒരു മുട്ടൽ വരും. ഓക്കെ, ഇവിടെ ഒരു മുട്ടൽ വരും. അപ്പോൾ അതേസമയം നമ്മൾ ഈ ഗിയർ ടൂത്തിനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ സംഭവം കയറി വരാൻ നേരത്ത് ഇത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഓക്കെ, പുരിഞ്ഞതാണ്. അതായത് ഇത് ഇവിടെ ഈ ഒരു വിടവില്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സാധനം കയറി വരുമ്പോൾ ഇത് ഇവിടെ കയറി ഇങ്ങനെ തട്ടും. അതൊരു പ്രശ്നമാകും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തു. അപ്പോൾ ഈ കട്ടിങ് കൊടുക്കുന്നത് ഇന്റർഫറൻസ് എന്നുള്ള രീതിയിലാണ് കട്ടിങ് എന്നുള്ള ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പം അതിൻ്റെ അങ്ങനെ കട്ടിങ് കൊടുക്കുന്നു. അങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് അത് അപ്പോൾ സ്മൂത്ത് ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു 2-3 ഇക്വേഷനും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. ഒരു സെറ്റ് കാര്യങ്ങൾ പഠിച്ചു. ഇനിയിപ്പം ഗിയറിൻ്റെ ചെയ്യാൻ തന്നെ ഇനി അടുത്ത ഒരു സെറ്റ് കാര്യങ്ങളുണ്ട്, സെറ്റ് 2. എന്നാന്ന് വെച്ചാൽ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഗിയറിൻ്റെ തന്നെ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അവരിങ്ങനെ ചോദ്യത്തിൽ പറയും എന്തോന്നാണ് ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് പറയും. അതായത് അതിനെയാണ് AW × M എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് 2M എന്ന് പറഞ്ഞ് തരും, 2M എന്ന് പറഞ്ഞ് തരും.
എന്നിട്ട് ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡുകൾ എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ വീലിൻ്റെ ആണെങ്കിൽ, അതായത് ഇപ്പോൾ 2m ആണെങ്കിൽ ഈ എമ്മിനെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന എന്താണ് 2 എല്ലാം കൊണ്ട് വിളിച്ചിരിക്കുന്നത്. അതാണ് ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ. മനസ്സിലായോ? ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ. അപ്പോൾ ഇതാണ് എന്തോന്ന് എ ഡബ്ല്യു ആണ് എത്ര 2. മനസ്സിലായോ? ഇപ്പോൾ വീലിൻ്റെ കേസ്, ഇപ്പോൾ വീലിൻ്റെ കാര്യം പറയുന്നെങ്കിൽ എ ഡബ്ല്യു എന്ന് പറഞ്ഞെടുക്കണം. ഇപ്പോൾ പിനിയൻ്റെ കാര്യമാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നെങ്കിലോ, പിനിയൻ്റെ കാര്യമാണ് അവർ സംസാരിച്ച് പറഞ്ഞിരിക്കുന്നത് 2m എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ എ പി എത്ര ആയിട്ട് എടുക്കണം? 2 ആയിട്ട് എടുക്കണം. ഒന്നുമില്ല, ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂളിനെ നമ്മളൊരു സംഭവമായിട്ട് എടുക്കും. ഒന്നെങ്കിൽ എ ഡബ്ല്യു അല്ലെങ്കിൽ എ പി. പിനിയൻ ആണെങ്കിൽ എ പിന്ന് എടുക്കുക, വീലാണെങ്കിൽ എ ഡബ്ല്യുന്ന് എടുക്കുക. അത്രേ ഉള്ളൂ. ഇത് എഴുതുന്ന ഇങ്ങനെയാണ്: അഡണ്ടം ഇസ് ഈക്വൽ ടു, അഡണ്ടം എന്ന് പറയുന്നത് 2m ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡുള്ള ആ രീതിയിൽ പറയും. അപ്പം എ ഡബ്ല്യു ഇൻറ്റു എം. ഓക്കെ. അതുപോലെ തന്നെ അഡണ്ടം ഇസ് ഈക്വൽ ടു, ഇനി പിനിയൻ്റെ കേസ്, എ പി ഇൻറ്റു എം. ഓക്കെ. അതിൻ്റെ അകത്ത് എ പി ശ്രദ്ധിച്ചോളുക, എ ഡബ്ല്യു ശ്രദ്ധിച്ചോളുക. 13ാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ അടുത്തത് 14ാമത്തെ സെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അകത്ത് അവരിങ്ങനെ ചോദിക്കും. അപ്പോൾ അവർ ചോദിക്കുന്ന ഇതാ, ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആ ഗിയർ റേഷ്യോ തന്നിരിക്കും. അപ്പോൾ അതിനകത്ത് സ്മോൾ ടി എത്ര വേണം എന്ന് പറഞ്ഞ് ചോദിക്കും. മനസ്സിലായോ? അതാണ് ചോദ്യം. അങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് ഇൻ്റർഫറൻസ് ഇങ്ങനെ കയറാൻ നേരത്തുള്ള ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു കട്ടിങ് കൊടുക്കണം. അപ്പോൾ ആ ടീത്ത്, ആ ഒരു നമ്പർ ഓഫ് ടീത്ത് അത് എങ്ങനെ വേണം, ഗിയർ റേഷ്യോ അവർ തന്നിരിക്കും. പിന്നെ എ ഡബ്ല്യു എന്ന് പറഞ്ഞ സംഭവം അവരിങ്ങനെ പറയും. അഡണ്ട എന്ന് പറയുന്നത് ഫാക്ടർ 2m എന്ന് പറഞ്ഞ് പറയാം. അതിൻ്റെ 2നെ നമ്മൾ എ ഡബ്ല്യു ആയിട്ട് എടുക്കണം. വീലിൻ്റെ ഇതിൻ്റെ അകത്ത് എ പിനെ വന്നിട്ട് നമ്മൾ പിനിയനായിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് കിട്ടും. പിന്നെ അവർ ഗിയർ റേഷ്യോ അവർ തരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെങ്ങനെ എത്ര എടുക്കണം, സ്മോൾ ടി എത്ര എടുക്കണം, ഇൻ്റർഫറൻസ് അവിടെ, അങ്ങനെ ഒരു സംഭവം ചോദിക്കും. അപ്പോൾ വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് എല്ലാ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. നിങ്ങൾ അങ്ങനെ ഇപ്പോൾ സ്മോൾ ടി കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ 2 ഇൻറ്റു എ ഡബ്ല്യു ബൈ ജി ഇൻറ്റു 1 + 1/g, 1 ഇൻറ്റു 1/g + 2 ഇൻറ്റു സൈൻ സ്ക്വയർ 5 -1 ഉണ്ടേ. ഓക്കെ. ഇപ്പോൾ എ ഡബ്ല്യു തരുന്ന കേസിലാണ് ഇതെടുക്കേണ്ടത്, ഈ ഒരു ഇക്വേഷൻ. ഇനി എ പി ആണ് തന്നിരിക്കുന്നത്, പിനിയൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എങ്ങനെ എടുക്കണം? പിനിയൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇതുണ്ട്, ടി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എ സഫിക്സ് പി ബൈ 1 + g + 2 സൈൻ സ്ക്വയർ 5 -1 എന്ന് പറഞ്ഞു വരും. ഓക്കെ. ഈ -1 പുറത്താണ് കിടക്കുന്നത്, റൂട്ടിൻ്റെ പുറത്താണ് -1 കിടക്കുന്നത്. 2 ഇൻറ്റു എ പി ബൈ √1 + g ഇൻറ്റു g + 2 ഇൻറ്റു സൈൻ സ്ക്വയർ 5 -1. ഓക്കെ. ഇതാണ് എ പി തന്നാലുള്ളത്. ഓക്കെ. എ ഡബ്ല്യു തരുവാണെങ്കിൽ ഇതും, എ പി തരുവാണെങ്കിൽ ഇതും. പുരിഞ്ഞതാണ്. ഇനി നമ്മളിപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ച് സ്മോൾ ടി കണ്ടുപിടിച്ചു. ഇനിയിപ്പം നമ്മളോട് ഇപ്പം ചിലപ്പോൾ ക്യാപിറ്റൽ ടി ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തോന്ന് ചെയ്യണം? ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി ബൈ സ്മോൾ ടി അല്ലേ? അപ്പോൾ സ്മോൾ ടി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കണമെങ്കിൽ ടി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു സ്മോൾ ടി അല്ലേ? ഓക്കെ. ഈ ഒരു സംഭവം അപ്പം നിങ്ങൾ എ ഡബ്ല്യു തന്നത് വെച്ച് കൊടുത്ത ഇക്വേഷൻ ഇത് വെച്ച് സ്മോൾ ടി കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കണമെങ്കിൽ ജി ഇസ് ഈക്വൽ ടു ടി ബൈ ടി. ജി നമുക്ക് തന്നിട്ടുണ്ട്, അത് വെച്ചാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം ജി ഉണ്ട്, സ്മോൾ ടി നമ്മൾ കണ്ടുപിടിച്ചു. അത് വെച്ച് നമുക്ക് എന്തോന്ന് കണ്ടുപിടിക്കാം? ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇവിടെ എ പിയുടെ കാര്യം പറയുന്നെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എടുത്തിട്ട് കൊടുക്കും. ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് സ്മോൾ ടി കണ്ടുപിടിച്ചു. ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്ത് ഇതുപോലെ ഇട്ടാൽ പോരെ, ജി ടി ചെയ്താൽ പോരെ. അപ്പോൾ ക്യാപിറ്റൽ ടി കിട്ടത്തില്ലേ? ഓക്കെ. അങ്ങനെയാണ് ഈ ഒരു സംഭവം. ഇനി വീലിൻ്റെ അഡണ്ടം കണ്ടുപിടിക്കുന്നത്. ഇനി അവർ പറയും അഡണ്ടം ഓഫ് ദ വീൽ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അഡണ്ടം ഓഫ് വീൽ എന്ന് പറയുവാണെങ്കിൽ എം എന്തോന്ന്? മോഡ്യൂൾ ഇൻറ്റു ടി, നമ്പർ ഓഫ് ടീത്ത് ഓഫ് വീലിൻ്റെ അല്ലേ, അതുകൊണ്ട് ടി ആദ്യം ബൈ 2 1 + സ്മോൾ ടി ബൈ ടി + 2 സൈൻ സ്ക്വയർ 5 -1. ഈ -1 പുറത്താണ്. ഓക്കെ.
ഇതാണ് എന്ത് അഡണ്ടം ഓഫ് ദ വീലിൻ്റെ ഇക്വേഷൻ. ഇനി അഡണ്ടം ഓഫ് പിനിയൻ ആണെങ്കിലോ, അഡണ്ടം ഓഫ് പിനിയൻ ആണെങ്കിലോ എങ്ങനെ വരും? മോഡ്യൂൾ ഇൻറ്റു സ്മോൾ ടി, പിനിയൻ ആണ്, ഓക്കെ, സ്മോൾ ടി ബൈ 2. സെയിം ഇക്വേഷൻ തന്നെ. ഈ ടീൻ്റെ സ്മോൾ ടി കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ക്യാപിറ്റൽ ടി കൊടുക്കുക, ക്യാപിറ്റൽ ടി കൊടുത്ത സ്ഥലത്ത് സ്മോൾ ടി കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? 1 + ടി ബൈ ടി, ടി ബൈ ടി പ്ലസ് 2 സൈൻ സ്ക്വയർ 5, ഓക്കെ, -1. ഈ -1 പുറത്താണ്, ഈ -1 വിട്ടു പോയേക്കല്ലേ, ഓക്കെ. അപ്പോൾ ഇതാണ് എന്തോന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓക്കെ. അപ്പം അഡണ്ടം ഓഫ് വീൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അഡണ്ടം ഓഫ് പിനിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും. അപ്പം ഈ ഇത്ര ഇക്വേഷൻസ്, ഒരു 16 സെറ്റോളം ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ശരിക്കും സെറ്റാക്കി വെച്ചിരിക്കുക. അത് വെച്ചിട്ട് നമ്മൾ ചോദ്യം എന്താണോ ചോദിക്കുന്നത് അതിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക ചെയ്യുക, ആ ഒരു സെറ്റപ്പാണ്. ഈ = r ഒമേഗയാന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഒമേഗ = 2πn/60, അതും കൂടെ ഇവിടെ പറഞ്ഞേക്കാം, ഓക്കെ, 2πn/60. അപ്പം ഇത്രയും ഇക്വേഷൻസ് ആണ് ഉള്ളത്, ഓക്കെ, ഇത്ര ഇക്വേഷൻസ് ആണ് ഉള്ളത്. അതപ്പം ബൈഹാർട്ട് ചെയ്യുക, ബൈഹാർട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നതിന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എന്തോന്ന് വരുന്നത് നമ്മുടെ ഗിയർ. ദെയർ ആർ എ സെറ്റ് ഓഫ് ഇക്വേഷൻ, സ്റ്റഡി ദാറ്റ് ആൻഡ് അപ്ലൈ അക്കോർഡിംഗ്ലി, അതാണ് ഗിയർ. പിനിയൻ ഹാവിങ് 40 ടീത്ത്, പിനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിനിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്മോൾ ടി ആയിട്ട് എടുത്തു, അതുകൊണ്ട് ഞാൻ 40 എടുത്തു. ഹാവിങ് 80 ടീത്ത്, 80 ടീത്ത് എന്ന് പറയുന്നത് വീലാണ്, അപ്പോൾ ക്യാപിറ്റൽ ടി എടുത്ത് 80 എന്ന് പറഞ്ഞത്. പ്രൊഫൈൽ ഓഫ് ദ ഗിയർ ഇസ് ഇൻവല്യൂട്ട് വിത്ത് 20 ഡിഗ്രി പ്രഷർ ആംഗിൾ, അങ്ങനെ പറഞ്ഞാൽ φ = 20 ഡിഗ്രി. ഇനി മോഡ്യൂൾ 14 mm മോഡ്യൂൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ M = 14 mm ആൻഡ് 10 mm അഡണ്ടം = 10 mm. ഇനിയിപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്, LPC, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്, LAC, പിന്നെ കോണ്ടാക്ട് റേഷ്യോ CR. ഇത് 3 എണ്ണമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് ചോദ്യം. ഇതൊരു ഡെമോ ക്വസ്റ്റൻ ആണ്. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മൾ എന്താ ഇതിനിങ്ങനെ പിനിയൻ്റെ കണ്ടുപിടിക്കണം, വീലിൻ്റെയും കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ വീലിൻ്റെയും പിനിയൻ്റെ ഇങ്ങനെ എഴുതിയിട്ട് വീലിൻ്റെ M = d/t. അപ്പം ടി ഉണ്ട്, ടി വെച്ചിട്ട് ഡി കണ്ടുപിടിച്ചു. അങ്ങനെ അതിൻ്റെ റേഡിയസ് R = d/2. അപ്പം എനിക്ക് റേഡിയസ് കിട്ടി, ഡയമീറ്റർ കിട്ടി. എന്നിട്ട് അതുപോലെ തന്നെ പിനിയൻ്റെയും മോഡ്യൂൾ വെച്ചിട്ട് ഡി കണ്ടുപിടിച്ചു, മോഡ്യൂളും ടീത്തും വെച്ചിട്ട് ഡയമീറ്റർ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ റേഡിയസ് എടുത്തു. അപ്പോൾ ഇത് ഇത്രയും ഒരു ഇത് കഴിഞ്ഞു. അതിനുശേഷം എന്തോന്നാണ് ഞാൻ RA = R + R എന്ന് പറഞ്ഞ ഇക്വേഷനിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ആറും അറിയാം, അഡണ്ടും അറിയാം. അത് വെച്ചിട്ട് RA കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ സ്മോൾ RAയുടെയും കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വന്നു. LPC എന്ന് പറഞ്ഞാൽ ഞാൻ KP എൻ്റെ ഒരു ഇക്വേഷനും പറഞ്ഞായിരുന്നു, PL ഒരു ഇക്വേഷനും പറഞ്ഞായിരുന്നു. രണ്ടും ചെയ്തിട്ട് പ്ലസ് ചെയ്താൽ മതിയെന്നും പറഞ്ഞു. അതല്ലാതെ തന്നെ KP + PL, അതായത് KLനെ തന്നെ ഒരു ഡയറക്റ്റ് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഇത്. ആ ഇക്വേഷൻ കൂടെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് തന്നെ ഇട്ട് കൊടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പം ഏതെങ്കിലും ഇപ്പം നിങ്ങൾ മറ്റേതാണെങ്കിലും KP ചെയ്യുക, PL ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടെ കൂട്ടി എഴുതുക. അപ്പോൾ ഈ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് വാല്യൂ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ വാല്യൂസ് R, പിന്നെ 5, പിന്നെ സ്മോൾ RA, പിന്നെ സ്മോൾ R, പിന്നെ 5 അത് ഇട്ട് കൊടുത്ത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് 158.736 mm എന്ന് പറഞ്ഞ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് കിട്ടി. ഓക്കെ, ഇനിയിപ്പം ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ബൈ കോസ് 5 ചെയ്യുന്നതാണ്. അപ്പം ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് എനിക്കിവിടെ കിട്ടി. ബൈ കോസ് 5 എന്ന് പറയുന്നത് 20 ഇട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കിട്ടി. അത് mm ആണ്. ഓക്കെ, ഇനിയിപ്പം എന്തോന്നാണ് കണ്ടുപിടിക്കേണ്ടത്? കോണ്ടാക്ട് റേഷ്യോന്റെ ഇക്വേഷൻ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ബൈ സർക്കുലർ പിച്ച്. സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞാൽ M × π, അല്ലെങ്കിൽ π × d/t. M എന്ന് പറഞ്ഞാൽ d/t ആണല്ലോ. അങ്ങനെ അപ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഓരോ വൈസ് അല്ല, ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് മോഡൽ വെച്ച് തന്നെ ഞാൻ അപ്പോഴത്തേക്കും ചെയ്തു. PC = π × M എന്ന് പറഞ്ഞ് ചെയ്തു. അപ്പോഴത്തേക്കും എനിക്ക് PC കിട്ടി. അപ്പം LAC/PC ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കോണ്ടാക്ട് റേഷ്യോ കിട്ടി. ഇതാണ് കോണ്ടാക്ട് റേഷ്യോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചെറിയ ഡെമോ ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു ഇക്വേഷൻ പറയാനാണ് എൻ്റെ ഒരു ഐഡിയ. ജസ്റ്റ് ഒരു ഡെമോ ക്വസ്റ്റ്യൻ ഇതും വേറൊരെണ്ണം കൂടെ ചെയ്യുന്നതേ ഉള്ളൂ. കറക്റ്റ് ഇതിൻ്റെയൊക്കെ വർക്കൗട്ട് അറിയണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഫുള്ളായിട്ട് മോഡ്യൂൾ വൈസ് വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കും. അത് നോക്കിയാൽ തന്നെ മതി. ഓക്കെ, മോഡ്യൂൾ വൈസ് ആയിരിക്കത്തില്ല, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ആയിരിക്കും. അപ്പോഴത്തേക്ക് അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇമാതിരി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളത് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. പെയർ ഓഫ് ഇൻവേർഡ് സ്പർക്ക് ഗിയർസ് വിത്ത് 20 ഡിഗ്രി പ്രഷർ ആംഗിൾ, φ എത്ര കിട്ടി? 20 ഡിഗ്രി കിട്ടി. മോഡ്യൂൾ 6 mm, 6 mm. നമ്പർ ഓഫ് ടീത്ത് ഓഫ് പിനിയൺ സ്മോൾ ടി 16.
റൊട്ടേഷണൽ സ്പീഡ് 240. ഏത് പിനിയനിലെ കാര്യമാണ്. അപ്പം N1 എന്ന് പറഞ്ഞെടുത്തു 240 RPM. ഓക്കെ. പിന്നെ എൻ്റെ ഗിയർ റേഷ്യോ ഇസ് 1.75. ഗിയർ റേഷ്യോ 1.75 ആണ് കിട്ടി. ഫൈൻ ഇൻ ഓർഡർ ദാറ്റ് ഇന്റർഫറൻസ് ഇസ് അവൈഡ്. ഇന്റർഫറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് അഡണ്ടം ഓൺ പിനിയൺ ആൻഡ് ഗിയർ വീൽ. പിനിയണിലെയും വീലിലെയും അഡണ്ടം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ അത് രണ്ടെണ്ണം കണ്ടുപിടിക്കണം. പിന്നെ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് അത് കണ്ടുപിടിക്കണം. പിന്നെ വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് ഓഫ് ടീത്ത് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ പിച്ച് പോയിന്റ്. ഇക്വേഷൻ ഉണ്ട് BS എന്ന് പറഞ്ഞിട്ട് എയ്തർ സൈഡ് ഓൺ ദ പിച്ച് പോയിന്റിന്റെ ഇപ്പറയും ഉള്ള, അതായത് KPയും PLും. ഓക്കെ. ഇപ്പോൾ രണ്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതും കണ്ടുപിടിക്കാൻ, അത് നമുക്കറിയാം. അപ്പം അതും കണ്ടുപിടിക്കണം, ആ രണ്ടെണ്ണം. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്ക് ഗിയർ റേഷ്യോ തന്നിട്ടുണ്ട്. ഗിയർ റേഷ്യോ =T/t. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് എന്തോന്ന് കിട്ടും? നമുക്ക് T കണ്ടുപിടിക്കാം. അങ്ങനെ T കണ്ടുപിടിച്ചു. ഇനിയിപ്പം അഡണ്ടം ഓഫ് പിനിയൺ ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് ആ ഇക്വേഷൻ എടുത്ത് ഇട്ട് കൊടുക്കുക. സംഭവം സോൾവ് ചെയ്യുമ്പോൾ അഡണ്ടം ഓഫ് പിനിയൺ കിട്ടും. അതുപോലെ അഡണ്ടം ഓഫ് വീല്, അതിന് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, എടുത്തിട്ട് കൊടുക്കുക, അഡണ്ടം ഓഫ് വീല് കിട്ടും. ഇനി അടുത്തത് എന്തോന്നാണ്? അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്, അത് നമ്മൾ സാധാരണ കഴിഞ്ഞ കണക്കിലൊക്കെ എങ്ങനെയാണ് ചെയ്തത്? പിനിയണും വീലും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. മോഡ്യൂൾ വെച്ചിട്ട് മോഡ്യൂളും ടീത്തും വെച്ചിട്ട് നമുക്ക് എന്തോന്ന് ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റേഡിയസ് കണ്ടുപിടിച്ചിട്ട് R+R അഡണ്ടം വെച്ചിട്ട് അതിൻ്റെ RA കണ്ടുപിടിക്കുക. ഇത്രേ ഉള്ളൂ. അതുപോലെ ഇപ്പറയും കണ്ടുപിടിക്കുക. രണ്ട് സൈഡും കണ്ടുപിടിച്ച് അത്രയും സെറ്റായി. ഇനിയിപ്പോൾ KPയുടെ ഇക്വേഷൻ എന്തോന്നാണ്? അതെടുത്തിട്ട് കൊടുക്കുക. ഈ കണ്ടുപിടിച്ചത് വെച്ചിട്ട് അതിനകത്ത് എടുത്തിട്ട് കൊടുത്ത് KP കണ്ടുപിടിക്കുക. PL കണ്ടുപിടിച്ചത് വെച്ച് PL കണ്ടുപിടിക്കുക. അതിനുശേഷം LPC ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് അങ്ങനെ പറഞ്ഞാൽ എന്തോന്നാണ്? KL ആണ്. KL എന്ന് പറഞ്ഞാൽ KP + PL. ഇതും കൂടെ കൂട്ടിയാൽ പോരെ? കൂട്ടി എഴുതി, അത്രേ ഉള്ളൂ. LPC കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അതാണ്ട് ഇതെന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? മാക്സിമം വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് ഇക്വേഷൻ എന്തോന്നാണ്? ω1 + ω2 ഇൻറ്റു ഏത് സൈഡാണോ പറഞ്ഞിരിക്കുന്നത്. പാത്ത് ഓഫ് അപ്രോച്ചിൻ്റെ സൈഡാണെങ്കിൽ KP കൊടുക്കുക, പാത്ത് ഓഫ് റിസർച്ചിൻ്റെ സൈഡാണെങ്കിൽ PL കൊടുക്കുക. അപ്പം രണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ KPയും കണ്ടുപിടിക്കണം, PL കണ്ടുപിടിക്കണം. അപ്പോൾ KP കൊടുത്തു. ഇനിയിപ്പോൾ ω1 അറിയാം എങ്ങനെ, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എങ്ങനെ? നമുക്ക് N1 തന്നിട്ടുണ്ട്. N1 വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് എന്തോന്നു? ω1. ഇപ്പോൾ 2πN1/60 ചെയ്തപ്പോൾ എനിക്ക് ω1 കിട്ടി. ഇനിയിപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നോ, ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് T/t ആണ്, ω1/ω2 ആണ്, അതുപോലെ തന്നെ N1/N2 ആണ്. ഓക്കെ. അപ്പം എനിക്ക് ഇത് രണ്ടെണ്ണം മറിച്ച് വെച്ചിട്ട് എൻ്റെ കണ്ണിന് ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഗിയർ റേഷ്യോ ω1/ω2. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്തോന്ന് ചെയ്യാം? 1.75 ω2 അറിയത്തില്ല, ഇത് വെച്ചു. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്തോന്ന് കിട്ടി? ω2 എന്ന് പറഞ്ഞ സാധനം കിട്ടി. 14.36 റേഡിയൻ/സെക്കൻഡ്. അതിനടുത്ത് എന്തോന്ന് ചെയ്തു? ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. KP നമ്മൾ അപ്പോഴേ കണ്ടുപിടിച്ചായിരുന്നു. എന്താണ്ടിരിക്കുന്നു, KP നമ്മൾ അപ്പോഴേ കണ്ടുപിടിച്ചായിരുന്നു. അതെടുത്ത് ഇട്ട് കൊടുത്തു. അപ്പം ഇത് കിട്ടി. ഇതാണ് പാത്ത് ഓഫ് അപ്രോച്ചിന്റെ വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് 2.46. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് കൊടുത്തു. അതുപോലെ തന്നെ പാത്ത് ഓഫ് റിസസ് VS ω1 + ω2 PL. ω1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ω2 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, PL താണ്ട് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഇട്ട് കൊടുത്തു. 3.34 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടി. അതാണ് എന്താ പാത്ത് ഓഫ് റിസസ്, വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് ഓഫ് പാത്ത് ഓഫ് റിസസ് എന്ന് പറഞ്ഞു വരുന്നത് അതാണ്, യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്. ഒരു കഴിഞ്ഞ കാര്യം കൂടെ പറയാം. ഇവിടെ നമ്മൾ KP എടുത്തിട്ടപ്പം ഡയറക്റ്റ് KPനെ എടുത്ത് അങ്ങനെ ഇടല്. കാരണം എന്തോന്നാണ്? ഇത് MM ആണ്. വെലോസിറ്റി എടുക്കാൻ നേരത്തെ നമുക്ക് മീറ്റർ/സെക്കൻഡിലാണ് നമുക്ക് യൂണിറ്റ് വരേണ്ടത്. മില്ലിമീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എഴുതുമോ? ഇല്ല. അപ്പോഴത്തേക്കും നമ്മൾ ഈ MM-നെ നമ്മൾ മീറ്ററിലേക്ക് ആക്കും. 0.0624 എന്നിട്ട് നമ്മൾ ഇടും. ഓക്കെ. അതുപോലെയാണ് ഇവിടെ ഇത് നമ്മൾ MM-നെ നമ്മൾ മീറ്ററിലേക്ക് ആക്കി, അതിനെ /1000 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്തിട്ട് നമ്മൾ ഇട്ടു. കിട്ടിയ ഉത്തരം ഡയറക്റ്റായിട്ട് മീറ്റർ/സെക്കൻഡ് ഇതിനെ കിട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു ഡെമോ ക്വസ്റ്റ്യൻ. മോഡ്യൂൾ 3-നകത്ത് ഗിയറും ഉണ്ട്, ഗിയർ ട്രെയിനും ഉണ്ട്. ഈ രണ്ടെണ്ണം നമ്മൾ പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു മോഡ്യൂൾ സ്കോർ ചെയ്യാനും പറ്റും. അപ്പം ഗിയർ എന്ന് പറഞ്ഞ സംഭവത്തിൽ ചോദിക്കുന്നത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ആ ഇക്വേഷൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിച്ച് എഴുതുക. സംഭവം ഉത്തരങ്ങളെല്ലാം കിട്ടും. ഇനിയിപ്പോൾ അടുത്ത ഗിയർ ട്രെയിൻ, അത് നമുക്ക് നോക്കാം. ഗിയർ ട്രെയിൻ. ഓക്കെ. ഗിയർ ട്രെയിൻ എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? സിമ്പിൾ ഗിയർ ട്രെയിൻ ഉണ്ട്. രണ്ടാമത്തത് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ഉണ്ട്. പിന്നെ മൂന്നാമത്തത് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ഉണ്ട്. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. പിന്നെ അടുത്ത നാലാമത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഇത് മൂന്നെണ്ണം കൂടെ ചുറ്റി അടിക്കുന്ന സാധനം പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത് കേട്ടോ. ഇത് മൂന്നെണ്ണം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പോലെ നമുക്ക് തോന്നും. ശരി. സിമ്പിൾ ഗിയർ ട്രെയിൻ ഉണ്ട്, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ഉണ്ട്, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ഉണ്ട്, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ഉണ്ട്. സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഗിയർ ട്രെയിൻ ആണ്. അതായത് എങ്ങനെ ഇരിക്കും? അതിൻ്റെ സൈഡ് വ്യൂവും ഞാൻ വരയ്ക്കാം, ടോപ്പ് വ്യൂവും ഞാൻ വരയ്ക്കാം. സൈഡ് വ്യൂ
ഓക്കെ, സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതൊരു ഷാഫ്റ്റ്, ഷാഫ്റ്റിൽ ഒരു ഗിയർ, അടുത്തൊരു ഷാഫ്റ്റ് അപ്പുറമായിട്ടിരിക്കുന്നു, അതൊരു ഗിയർ. അപ്പോൾ ഈ ഗിയറും തമ്മിൽ കൂട്ടി മുട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് വരണം കൂടെ അങ്ങനെ ഇരിക്കണമെങ്കിൽ വരച്ച് പോവാം. ഓക്കെ, വരച്ച് വേണമെങ്കിൽ പോവാം, ഇങ്ങനെ പോവാം. അതാണ് സിമ്പിൾ ഗിയർ ട്രെയിൻ. അപ്പം നമ്മൾ ഗിയർ പഠിക്കാൻ നേരത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുക, ഒരെണ്ണം ഇങ്ങോട്ട് കറങ്ങുവാണ്, അതായത് ഒരെണ്ണം ക്ലോക്ക് വൈസ് കറങ്ങുവാണ്. അപ്പം ഇതിങ്ങനെ മുട്ടിയിരിക്കാൻ പറ്റും. ഇത് ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഇത് എന്തോന്നാവും? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ പഠിക്കണം. ഇത് ക്ലോക്ക് വൈസ് കറങ്ങുവാണെങ്കിൽ, ഇതിപ്പോൾ സപ്പോസ് മുട്ടിയിരിക്കുവാണെങ്കിൽ ഇത് എന്തോന്ന് പറ്റും? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ക്ലോക്ക് വൈസ് കറങ്ങുവാണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ഓക്കെ, ക്ലോക്ക് വൈസ് ആണ് ഇതിൻ്റെ കറക്കുമെങ്കിൽ ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഇത് കറങ്ങും. ഇതൊരു ഐഡിയ. പിന്നെ ഇത് എങ്ങനെയാണ്? രണ്ടിൻ്റെയും പല്ല് പുറത്താണെങ്കിലാണ് അതങ്ങനെ. ഓക്കെ, രണ്ടിൻ്റെയും പല്ല് പുറത്താണെങ്കിൽ അത് ഈ ഒരു രീതിയിൽ ആവും. ഇനി ഒരെണ്ണത്തിൻ്റെ പല്ല് പുറത്തും ഒരെണ്ണത്തിൻ്റെ പല്ല് അകത്തുമാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു സംഭവമായിരിക്കും വെച്ചോ, ഇതൊരു ഗിയർ, രണ്ട് ഗിയർ ഇങ്ങനെ ഇരിക്കുക. ഗിയറിൻ്റെ അകത്ത് ഇൻറ്റേർണൽ ടീത്താണിത്, ഇത് എക്സ്റ്റേണൽ ടീത്ത്. ഇതിൻ്റെ ഇവിടെയായിട്ടാണ് ടീത്ത് വന്നിരിക്കുന്നത്. ഇമാജിൻ ചെയ്യുക, ഇതിൻ്റെ ടീത്ത് പുറത്തായിട്ട് വന്നിരിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു വലിയൊരു ടീത്താണ്, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് കറങ്ങുമ്പോൾ ഇതിൻ്റെ അകത്താണ് ഇൻറ്റേർണൽ ടീത്ത്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഇത് എങ്ങോട്ട് കറങ്ങും? ഇത് ഇങ്ങനെ കറങ്ങുമോ? ഇതും ഇങ്ങനെ കറങ്ങുമോ? ഇതും ഇങ്ങനെ തന്നെ കറങ്ങും. കാരണം എക്സ്റ്റേണൽ ടീത്തും ഇന്റേണൽ ടീത്തും മെഷ് ആക്കുവാണെങ്കിൽ ഈ ഗിയർ ഏത് ഡയറക്ഷനിൽ കറങ്ങുന്നോ ആ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഇന്റേണൽ ടീത്തുള്ള ഇതും കറങ്ങുന്നത്. ശരിയല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുക, അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് കറക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെയല്ലേ കറങ്ങത്തുള്ളൂ. ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ ഇന്റേണൽ ടീത്ത് ഇങ്ങനെയല്ലേ കറങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ്. ഇപ്പോൾ ഒരു ഗിയർ ഉണ്ട്, ഇനി ഒരു ഗിയർ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഇതൊരു ഗിയർ, ഈ ഗിയർ ഇതിങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ മുട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ മുട്ടുന്നുണ്ട്. ഇതിൻ്റെ ഗിയർ എക്സ്റ്റേണൽ ഗിയർ ആണ്, ഇതിൻ്റെ ഇന്റേണൽ ഗിയർ ആണ്. അപ്പോൾ ഇതിപ്പോൾ ക്ലോക്ക് വൈസ് കറങ്ങുവാണെങ്കിൽ ഇതെങ്ങനെ കറങ്ങും? ഇതും ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങും. അപ്പം രണ്ട് എക്സ്റ്റേണൽ ഗിയർ ആണെങ്കിൽ എന്തോന്നാണ്? ഓപ്പോസിറ്റ് ആണ്. രണ്ട് എക്സ്റ്റേണൽ ഗിയർ ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ആണ്. ഇപ്പം ഒരു ഗിയറിന്റെ അകത്ത് കിടന്നാണ് ഇന്നൊരെണ്ണം കറങ്ങുന്നത്. ഇതിനെ വന്നിട്ട് എക്സ്റ്റേണലും ഇതിനെ വന്നിട്ട് ഇന്റേണൽ ഗിയർ ആണെങ്കിൽ ഇതെങ്ങനെയാണ്? സെയിം ഡയറക്ഷനിൽ തന്നെയാണ് കറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കും. ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇതും ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങും. കാരണം എന്താണ്? ഇത് എക്സ്റ്റേണൽ ടീത്തും ഇത് ഇന്റേണൽ ടീത്തും. ഇവിടെയോ? ഇവിടെ ഇതും എക്സ്റ്റേണൽ. ഓക്കെ, ഐഡിയ കിട്ടിയാ? ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ശരി, ഇനിയിപ്പോൾ സിമ്പിൾ ഗിയർ ട്രെയിനിലേക്ക് വരാം. അപ്പം ഇതിപ്പം ഇവിടെ നിന്ന് ഞാനിപ്പം ഈ ഒരു ഗിയറിനെ ക്ലോക്ക് വൈസിൽ കറക്കി. ഇതിപ്പം മെഷിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? ഇത് ഞാനിപ്പോൾ ക്ലോക്ക് വൈസ് കറക്കി. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? കൗണ്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങും അല്ലേ? ഇപ്പം ഇതിപ്പം ക്ലോക്ക് വൈസ് കറക്കിയപ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ഇവിടെ ഒരു ഗിയറും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് കറങ്ങുമ്പോൾ ഇത് തിരിച്ചിങ്ങോട്ട് കറങ്ങും, ക്ലോക്ക് വൈസിൽ കറങ്ങും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിലോ, ഇവിടെ ഒരു ഗിയറും കൂടെ ഇപ്പോൾ ഇങ്ങനെ ഞാൻ കയറ്റി വെച്ചു. അപ്പം ഇതപ്പോൾ എങ്ങോട്ട് കറങ്ങും? ഇത് ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷൻ? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് സിമ്പിൾ ഗിയർ ട്രെയിനിൻ്റെ ഒരു ഐഡിയ. സിമ്പിൾ ഗിയർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഗിയർ ഇങ്ങോട്ട് കറങ്ങി ഇനി ഒരു ഗിയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങും. ഇത് ഏത് ഡയറക്ഷനാണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് ഏത് ഡയറക്ഷനാണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾ. ഇത് സൈഡ് വ്യൂ. ഇനിയിപ്പോൾ ഇതിന് ഞാൻ ടോപ്പ് വ്യൂ ഒന്ന് വരച്ച് നോക്കാം. ടോപ്പ് വ്യൂ എന്ന് പറയുന്ന നേരത്തെ ഇതൊരു ഷാഫ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു ഗിയർ. എന്നിട്ട് അടുത്ത ഗിയർ ഇങ്ങനെ വരും, അത് ഈ ഷാഫ്റ്റിൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഇത് അടുത്ത ഗിയർ. അതിനുശേഷം ഓക്കെ, ഇതിവിടെയാണ് മെഷിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, പുരിഞ്ഞതാ? ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണെങ്കിലോ? കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കാം. പേന കൊണ്ട് ഈ പേന കൊണ്ട് വരയ്ക്കാമേ. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണെങ്കിൽ ഒരു ഗിയർ ഉണ്ട്, ഇതാണ് അതിൻ്റെ ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിൽ തന്നെ വേറെ ഒരു ഗിയറും കൂടെ ഉണ്ട്. മനസ്സിലായോ? ഇപ്പം ഒരു ഷാഫ്റ്റിൽ ഇവിടെ ഒരു ഗിയറേ ഉണ്ടായിരുന്നുള്ളൂ സിമ്പിളിനകത്ത്. ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയറേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു ഷാഫ്റ്റിൽ രണ്ട് ഗിയർ വരും. അപ്പം ഈ ഗിയർ കറങ്ങുന്ന സ്പീഡിൽ തന്നെയായിരിക്കും ഇതും കറങ്ങുന്നത്. കാരണം എന്താണ്? ഇത് ഒറ്റ ഷാഫ്റ്റിലായിരിക്കുന്നത്. ഇവിടെ ഒരു ഗിയർ കയറ്റി വെച്ചാലും ഇവിടെ ഒരു ഗിയർ കയറ്റി വെച്ചാലും ഈ ഷാഫ്റ്റ് ഏത് സ്പീഡിൽ കറങ്ങുന്നോ ആ സ്പീഡിലല്ലേ ഇതും കറങ്ങത്തുള്ളൂ. കാരണം ഇത് രണ്ടും ഒരു ഷാഫ്റ്റിലല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ അതിനിപ്പോൾ ടോപ്പ് വ്യൂ വരച്ചാലോ? ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരും. ഇതൊരു വലിയ ഗിയർ, ഇതൊരു ചെറിയ ഗിയർ. ഒരു ഷാഫ്റ്റിൽ തന്നെ രണ്ട് ഗിയർ. മനസ്സിലായോ? എ ഷാഫ്റ്റ് ക്യാരിയിങ് മോർ ദാൻ വൺ ഗിയർ ഇസ് കോൾഡ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. അതൊക്കെ എടുക്കും. ശരി, ഇനിയിപ്പം റിവർട്ടഡ് ഗിയർ ട്രെയിൻ. റിവർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പം ഇതിപ്പം ഒരു ഷാഫ്റ്റ് ഇതിവിടെ ഒരു ഗിയർ ഇങ്ങനെ ഇരിക്കുന്നു, എന്നിട്ട് ഇത് വേറെ ഒരു ഗിയർ ഇതിങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, എന്നിട്ട്
വല്ലതും മനസ്സിലായോ? ഇതൊരു ഷാഫ്റ്റ്, ഇതൊരു വേറൊരു ഷാഫ്റ്റ്. ഇത് വന്നിട്ട് ഇതിൽ മെഷിലിരിക്കുക. അതേപോലെ തന്നെ ഇതൊരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, ഇവിടെ വരച്ചതുപോലെ തന്നെ ഗിയർ ട്രെയിൻ, അത് വേറൊരു ഷാഫ്റ്റിൽ മെഷിലിരിക്കുക. ഓക്കെ, ഇത്ര മനസ്സിലായോ? അപ്പം ഇത് എന്നാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഷാഫ്റ്റിൻ്റെ ആക്സസിന് നേരെ ഇത് പോകുന്നത്, അതാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. അതായത് ഇവിടെ നിന്ന് ഇത് ഇതിലേക്ക് ഈ ഷാഫ്റ്റിൽ നിന്ന് ഈ ഷാഫ്റ്റിലേക്ക് ഇത് ഗിയർ മെഷിലിരിക്കുന്നു. എന്നിട്ട് ഈ ഷാഫ്റ്റിൻ്റെ ഈ ഗിയറിൽ നിന്ന് അത് ഇപ്പോൾ വേറൊരു ഷാഫ്റ്റിലേക്ക് ഇതിൻ്റെ മെഷ് വരുന്നുണ്ട്. അപ്പം ഈ ഷാഫ്റ്റും ഏതാണ്ട് ഒരേ ആക്സിസിൽ കൂടെയാണ് പോകുന്നത്. ഒരേ ഷാഫ്റ്റ് അല്ല, ഒരേ ആക്സിസ് ആണ്. അത് കാണാൻ നേരത്തെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അതായത് ഇതിൻ്റെ ഇത് വരയ്ക്കുവാണെങ്കിൽ ഇതിപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു സാധനം, എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം, 2 ഗിയർ, എന്നിട്ട് ഇതാണ് അതിൻ്റെ ഷാഫ്റ്റിൻ്റെ നടുക്ക്. എന്നിട്ട് ഇത് വേറെ ഒരു ഷാഫ്റ്റിൽ ഇതിങ്ങനെ ഇതിങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന അതായത് ഈ ഷാഫ്റ്റ് ഇത്രയും വലുതാണ്, ഈ ഷാഫ്റ്റ് ഇത്രയും വലുത്, എന്നിട്ട് ഇതിൻ്റെ അകത്തൊരു ചെറിയ ഇത്. ഓക്കെ, ഇത് രണ്ടും വേറെ വേറെ ഷാഫ്റ്റാണ്. ഇത് കണ്ടോ, ഇത് വേറൊരു ഷാഫ്റ്റ്, ഇത് വേറൊരു ഷാഫ്റ്റ്. പക്ഷേ ഇത് രണ്ടും ഒരേ ആക്സിസിൽ കൂടെ പാസ്സാവുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇതിനാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ശരി. ഇനിയിപ്പം എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഗിയർ, ഓക്കെ, ഇത് വേറെ ഒരു ഗിയർ. അപ്പോൾ ഈ 2 ഗിയറിൻ്റെയും ഇത് വന്നിട്ട് എന്തോ ചെയ്യും, ഒരു ആം വെച്ച് അറ്റാച്ച് ചെയ്യും. ഇങ്ങനത്തെ സംഭവമാണ് എന്തോന്ന് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഓക്കെ, അതായത് ഇത് ക്ലോക്ക് വൈസ് കറങ്ങാൻ നേരത്ത് ഈ സംഭവം എങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ഇപ്പോൾ ആമിന് ഒരു റൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതും ഒരു ഡയറക്ഷനിലേക്ക് കറങ്ങും. അപ്പം അത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇതാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ആം വരും അതിൻ്റെ. സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു ഷാഫ്റ്റിൽ ഒന്നിൽ കൂടുതൽ ഗിയർ വരുന്നതിനാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരേ ഷാഫ്റ്റിൻ്റെ ആ ആക്സിസിൽ തന്നെ അക്കരെ ഇങ്ങനെ നിൽക്കും. പക്ഷേ ഇത് തമ്മിൽ കണക്ഷൻ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഒരേ ഡയറക്ഷൻ അല്ല, ഒരേ ആക്സിസിൽ കൂടെ അതിങ്ങനെ കാണും. അതാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. ഓക്കെ, പിന്നെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ഇതെന്ന് പറയുന്നത് ഒരു ആം വെച്ചിട്ടുള്ള സംഭവം. അപ്പം നമുക്ക് ചോദ്യം വരുവാണെങ്കിൽ ഗിയർ ട്രെയിനിൻ്റെ ഇപ്പോൾ ഗിയർ ട്രെയിൻ ഞാൻ പറഞ്ഞില്ല, ഇക്വേഷൻ പഠിക്കുക, അത് ചെയ്യുക. അപ്പം ഗിയറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ചോദിക്കുന്ന ഈ സാധനമാണ്, എന്തോന്ന് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതിപ്പം ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. ആ ലോജിക്ക് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു 3-4 ക്വസ്റ്റ്യൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോന്നാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഈ ഗിയർ ട്രെയിനിൻ്റെ അകത്ത് ഞാൻ സബ് ക്വസ്റ്റ്യനായിട്ട് ഇടാൻ പോകുന്നത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ഡെമോസ് ആണ് ഇടാൻ പോകുന്നത്. അപ്പം അത് കൂടാതെ കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വർക്കൗട്ട് ചെയ്യും. ആ ഇതിൻ്റെ അകത്ത് മോഡ്യൂൾ 3 അറ്റൻഡ് ചെയ്തിരിക്കുന്ന മൊത്തം കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പം ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണെങ്കിൽ ഇതിന്റെ സ്പീഡ് തന്നെ ആയിരിക്കും ഇതിന്റെ സ്പീഡും. ഓക്കെ, ഇതിന്റെ സ്പീഡ് ഇപ്പോൾ N1 ആണെങ്കിൽ ഇതിന്റെ സ്പീഡ് എന്തോന്നാണ് N1 തന്നെയാണ്. അല്ലാതെ ഇതിനെ N2 എന്ന് പറഞ്ഞ് എടുക്കരുത്. N1 ആൻഡ് N1 = N2 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതും സെയിം സ്പീഡാണ്. അപ്പോൾ അതിന് വേറൊരു സ്പീഡ് എന്ന് പറഞ്ഞ് കണക്കൂട്ടേണ്ട ആവശ്യമില്ല. മിക്കപ്പോഴും നമുക്ക് ഗിയർ ട്രെയിൻ അകത്തുനിന്ന് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ് ചോദിക്കുന്നത്. അപ്പം അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കുറച്ച് കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ 2 ഗിയർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇതിപ്പം എക്സ്റ്റേണൽ ഗിയേഴ്സ് ഉള്ളതാണെങ്കിൽ ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതൊരു ഐഡിയ. അതുപോലെ തന്നെ ഇന്റേണൽ ഗിയർ ഉള്ളതാണെങ്കിൽ, അതായത് ഒരു ഗിയർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഇനി ഒരു ഗിയർ ഉണ്ട്. അപ്പം ഈ ഗിയറിന് എക്സ്റ്റേണൽ ഗിയറും ഈ പുറത്തിരിക്കുന്ന ഗിയറിന് ഇന്റേണൽ ഗിയറും ആണെങ്കിൽ അത് ഇങ്ങനെ ഇത് ഇപ്പോൾ ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ ഇതും ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങും. ഇതിപ്പോൾ എക്സ്റ്റേണൽ ഗിയർ അല്ല, അപ്പോൾ ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. അപ്പോൾ ഈ 2 ഐഡിയ മൈൻഡ് വെച്ചിരിക്കുക. ഓക്കെ, ശരി. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയിപ്പം ഇതിപ്പോൾ ഒരു ഗിയർ, ഗിയർ എ, ഇത് ഗിയർ ബി. അപ്പം ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്തിനെ നമ്മൾ എങ്ങനെ വിളിക്കും? TA എന്ന് വിളിക്കും. ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്തിനെ എങ്ങനെ വിളിക്കും? TB എന്ന് വിളിക്കും. ഓക്കെ, ഇതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ അതായത് NA എന്ന് വിളിക്കും. ഇതിനെന്തോന്ന് വിളിക്കും? NB എന്ന് വിളിക്കും. ഇതിൻ്റെ ഡയമീറ്റർ എന്തോന്ന് വിളിക്കും? DA എന്ന് വിളിക്കും. ഇതിനെന്തോന്ന് വിളിക്കും? DB എന്ന് പറഞ്ഞ് വിളിക്കും. ശരിയല്ലേ? ഇതിനിപ്പോൾ നമ്മൾ ഗിയർ A എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ, ഇതിനെ ഗിയർ B എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ TA എന്ന് പറയും നമ്പർ ഓഫ് ടീത്തിനെ, NA എന്ന് പറയും എന്തിനെ? സ്പീഡിനെ, DA എന്ന് പറയും എന്തിനെ? ഡയമീറ്ററിനെ. ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ B വെച്ച് നമ്മൾ പറയും. ഓക്കെ. എന്നിട്ട് ഈ സംഭവം കണ്ടോ, ഈ Tയും Nഉം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൽ ചെയ്യുന്നത്. ഓക്കെ,
ഇപ്പം ഈ ഗിയറിൻ്റെ അകത്ത് എന്തോന്നുണ്ട്, ഇപ്പം നമുക്കിപ്പം ഇങ്ങനെയാണ് ഇതിനെ എഴുതുന്നത്. ഇതിപ്പോൾ ഗിയർ ബി എ, ഇത് ഗിയർ എ. അപ്പോൾ ഇത് എഴുതുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. ഇതിപ്പോൾ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ എൻ എ ബൈ എൻ ബി ഇസ് ഈക്വൽ ടു ടി ബി ബൈ ടി എ. ഇപ്പം എൻ ഒരു സൈഡിലാണ് എഴുതുന്നത്, ടി ഇനി ഒരു സൈഡിലാണ് എഴുതുന്നത്. അതിൻ്റെ അകത്ത് എൻ ഇപ്പം മണ്ടയ്ക്ക് അത് എ എഴുതുവാണെങ്കിൽ മിച്ചമുള്ളത് എന്താണ് ബി, അതിന് നമ്മൾ താഴെ എഴുതും എൻ എ ബൈ എൻ ബി. ഇനിയിപ്പോൾ എൻ എ ബൈ എൻ ബി എന്നാണ് എഴുതുന്നതെങ്കിൽ ഇസ് ഈക്വൽ ടു ഈ ടി എന്ന് പറയുന്നത് തൊട്ട് താഴത്തതാണ് മണ്ടയ്ക്ക് വരുന്നത്, ബി ആണ് മണ്ടയ്ക്കോട്ട് വരുന്നത്, എ ആണ് താഴെ വരുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പം വേറെ 2 ഗിയർ എടുത്തു. ഇതിന് ഗിയർ 1, ഇതിന് ഗിയർ 2 എന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ ഇതിനെ എങ്ങനെ ഈ രീതിയിൽ എഴുതാം? N2 ബൈ N1 ഇസ് ഈക്വൽ ടു T2 ആണോ 1 ആണോ? T1 ബൈ T2. എപ്പോഴും ഈ ഒരു നമ്പർ, ഈ ഒരു സംഭവം ക്രോസിൽ വരും എന്നുള്ളത് മൈൻഡിൽ വെച്ചിരിക്കുക. നമുക്ക് ഏതാണോ വേണ്ടത് അതിപ്പോൾ എടുക്കാം. ഇപ്പോൾ ഇതിനിപ്പോൾ ഞാനിപ്പം N1 എന്ന് പറഞ്ഞാണ് എനിക്കിപ്പോൾ എടുക്കേണ്ടതെങ്കിൽ ഞാൻ എങ്ങനെ എടുക്കാം? N1 ബൈ N2. N1 എടുത്തു, മിച്ചമുള്ളത് N2. അപ്പോൾ N2 ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ടി എങ്ങനെ വരും? T2 ബൈ T1. ഇത് ക്രോസിൽ. ഇനി ഇതിൻ്റെ കേസിൽ തന്നെ എനിക്കിപ്പം NB ബൈ എന്നാണ് എടുക്കണമെങ്കിലോ, NB എന്ന് പറഞ്ഞെടുത്തു. NB ബൈ മിച്ചമുള്ളത് എന്തോന്നാണ്? NA ഇസ് ഈക്വൽ ടു ടി എ ആണോ ബി ആണോ? TA ബൈ TB. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനെ പറയാം. അതായത് ഇപ്പോൾ ഈ ഗിയർ കറങ്ങുമ്പോൾ ഇനി ഒരു ഗിയർ അതിന് മെഷിലാണല്ലോ, റൊട്ടേറ്റ് ആവില്ല. അപ്പം ഇതിൻ്റെ ഇപ്പം നമുക്ക് എന്തോന്ന് തന്നിരിക്കും? ഇതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ തന്നിരിക്കും, ഇതിൻ്റെ ടീത്ത് തന്നിരിക്കും, ഇതിൻ്റെയും ടീത്ത് തന്നിരിക്കും. പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ തന്നിരിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതായത് ഇപ്പോൾ 2 ഗിയർ ഉണ്ട്. ഇതിനെ എ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് വിളിച്ചു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടുണ്ട്, ഇതൊരു 30. ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടുണ്ട് എത്രയാ? ഇതൊരു 40. ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാ? ഒരു 100. ഇതിൻ്റെ സ്പീഡ് തന്നിട്ടില്ല. അപ്പം ഇത് മെഷിലാണ്, ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും അല്ലേ? അതെ. അപ്പം ഇതിൻ്റെ സ്പീഡ് 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 100 RPM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം NBയുടെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പം നമുക്ക് ഇതിനകത്ത് എന്താണ് വേണ്ടത്? ബിൻ്റെ സ്പീഡാണ് വേണ്ടത്. സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് N. അപ്പം N ഓഫ് എന്താണ് വേണ്ടത്? B ആണ് വേണ്ടത്. അപ്പോൾ N ഓഫ് B വേണമെങ്കിൽ N ഓഫ് B എഴുതി. അപ്പം മിച്ചമുള്ളത് അപ്പുറം കിടക്കുന്നത് N ഓഫ് A എഴുതുക. അത് ഞാൻ അപ്പോഴേ പറഞ്ഞു തന്നേനെ ഞാൻ ഈ ഒരു രീതിയിൽ കൊണ്ടുവരുക. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇവിടെ TB ആണോ TA ആണോ? TA ബൈ TB. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്തോന്ന് അറിയാം? TA അറിയാം, ഇവിടെ കിടപ്പുണ്ട്. TB അറിയാം, ഇവിടെ കിടപ്പുണ്ട്. NAയും അറിയാം. അപ്പം ഈ NAനെ ഇപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ NB ഇസ് ഈക്വൽ ടു TA ബൈ TB. NB ഇസ് TA ബൈ TB ഇൻറ്റു ഇതിന് ഇപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് NA. അപ്പോൾ എത്ര വരും? 30/40 ഇൻറ്റു 100 എന്ന് പറഞ്ഞ് വരും. ചെയ്യാൻ നേരത്തെ എന്തോന്ന് കിട്ടും? ഗിയർ ബിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ കിട്ടുന്നത് RPMത്തിലായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഡയറക്ഷൻ കൊടുക്കാൻ നേരത്തെ നമ്മൾ സാധാരണ പടം വരയ്ക്കാൻ നേരത്തെ എന്തോന്ന് എഴുതും? സ്കെയിൽ എന്ന് പറഞ്ഞ് എഴുതും. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ ഇത്രയാന്ന് പറഞ്ഞ് എഴുതും. അതുപോലെ ഞാൻ ഇവിടെ എഴുതുക, കൗണ്ടർ ക്ലോക്ക് വൈസിനെ ഞാൻ മൈനസ് ആയിട്ട് എടുക്കുന്നു, ക്ലോക്ക് വൈസിനെ ഞാൻ പ്ലസ് ആയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അത് എഴുതണം. സ്കെയിൽ പോലെ മാറ്റി എഴുതണം. ഓക്കെ, കൗണ്ടർ ക്ലോക്ക് വൈസിനെ മൈനസ് ആയിട്ട് എടുക്കുന്നു, ക്ലോക്ക് വൈസിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ ഇതിപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ പ്ലസ് തന്നെ. അപ്പോൾ കിട്ടുന്ന ഉത്തരം ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തോന്ന് പറഞ്ഞ് എഴുതണം? ഇന്ന് കൗണ്ടർ ക്ലോക്ക് വൈസിലാണ്, മൈനസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. മൈനസ് എത്രയാണോ ഉത്തരം അത്. ഇപ്പം 30/40 ഇസ് ഈക്വൽ ടു 0.75 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 75 RPM എന്ന് പറഞ്ഞു വരും. അത് -75 ആണ്. ഓക്കെ, NB എന്ന് പറയുന്നത് -75 ആണ്. അതിനർത്ഥം എന്താ? 75 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഡയറക്ഷൻ എന്താ? കൗണ്ടർ ക്ലോക്ക് വൈസ്. അത് നമ്മളിവിടെ കൊടുത്തു. അതാണ് സംഭവം. ഓക്കെ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. അപ്പം നമുക്ക് ചോദ്യം ഇതാണ്, 2 ഗിയർ അതൊരു ആമിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് ഗിയർ എ, ഇത് ഗിയർ ബി, ഇത് ആം എഫ്. അപ്പം നമ്പർ ഓഫ് ടീത്ത് എന്റെ തന്നിട്ടുണ്ട്, ബിന്റെയും തന്നിട്ടുണ്ട്. അപ്പൊ അവര് ചോദിച്ചിരിക്കുന്ന ഇതാ, ആം ഫിക്സഡ് ആണ്. എ വന്നിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 150 RPM കറങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 150 RPM കറങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗിയർ ബിന്റെ സ്പീഡ് എത്രയാണ്? അതായത് നമ്പർ ഓഫ് RPM എത്രയാണ്? അതിന്റെ ഡയറക്ഷൻ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഏതൊരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ കിട്ടിയാലും നമ്മൾ ആദ്യം ഒരു ബോക്സ് വരയ്ക്കണം. ആ ബോക്സിൻ്റെ അകത്ത് ആദ്യം വേണ്ടത് സ്റ്റെപ്പ് നമ്പർ.
രണ്ടാമത് കണ്ടീഷൻ ഓഫ് മോഷൻ, മൂന്നാമത് സ്പീഡ് ഓഫ് ആമിൻ്റെ സ്പീഡ്, പിന്നെ സ്പീഡ് ഓഫ് ഗിയർ എ, പിന്നെ സ്പീഡ് ഓഫ് ഗിയർ ബി. അതായത് ആം വരെ എല്ലാ രീതിയിലും ഒരുപോലെ തന്നെ. അതിനുശേഷം ഏതെങ്കിലും ഒരു ഗിയറിൽ തുടങ്ങണം. ഒന്നെങ്കിൽ എയിൽ തുടങ്ങി ബിയിലേക്ക് വരണം, അല്ലെങ്കിൽ ബി തുടങ്ങി എയിലേക്ക് വരണം. ഞാനിവിടെ എയും തുടങ്ങി ബിയിലേക്ക് വരണം. അപ്പോൾ സ്പീഡ് ഓഫ് ഗിയർ എ, അതിനുശേഷം അത് തൊട്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് എ തൊട്ടുകൊണ്ടിരിക്കുന്നത് ബിയിലാണ്. ആകപ്പാടെ 2 ഗിയറേ ഉള്ളൂ, അതുകൊണ്ട് എ തൊട്ടുകൊണ്ടിരിക്കുന്നത് ബിയിലാണ്. അപ്പോൾ രണ്ടാമത് ബിയിൽ എടുത്ത് എഴുതി. ഓക്കെ, അപ്പം NF എന്ന് കൊടുത്തു, NA എന്ന് കൊടുത്തു, NB എന്നും കൊടുത്തു. ഇനി ആം ഈസ് ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആം ഈസ് ഫിക്സഡ് +1 റവല്യൂഷൻ ടു ഗിയർ എ എന്ന് പറഞ്ഞാണ് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ കൊടുക്കേണ്ടത്. ഇത് അങ്ങനെ തന്നെയാണ് എല്ലാ കണക്കിലും ചെയ്യേണ്ടത്. ആം ഈസ് ഫിക്സഡ് +1 റവല്യൂഷൻ ടു ഗിയർ എ. ആം ഫിക്സഡ് എന്ന് പറയുമ്പോൾ NF 0 എന്ന് പറഞ്ഞ് എഴുതി. +1 റവല്യൂഷൻ ടു ഗിയർ എ. +1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ആന്റി ക്ലോക്ക് വൈസിനെ സൂചിപ്പിക്കുന്നു പറഞ്ഞ് പ്ലസ് ആന്റി ക്ലോക്ക് വൈസും മൈനസ് ക്ലോക്ക് വൈസും എന്ന് പറഞ്ഞാൽ ഞാൻ സ്കെയിൽ പോലെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ +1 എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസിൽ ഒരു ഫുൾ റൊട്ടേഷൻ അടിച്ചു എന്ന് പറഞ്ഞ് എഴുതി. ഇനിയിപ്പോൾ സ്പീഡ് ഓഫ് ഗിയർ ബി എത്രയായിരിക്കും? അപ്പോഴേ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ NB ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ NB NB എന്ന് പറഞ്ഞ് എഴുതുക. ബാലൻസ് ഉള്ളത് ബൈ NA. NB ബൈ NA എന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പുറം എങ്ങനെ എഴുതണം? TA/TB എന്ന് എഴുതണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് NA നമ്മൾ അപ്പുറം കൊണ്ടുവന്നു. TA/TB × NA എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പോൾ NAക്ക് നമ്മൾ +1 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം 1 ആയതുകൊണ്ട് TA/TB എന്ന് വന്നു. ഇനി ഇത് നമ്മൾ ആന്റി ക്ലോക്ക് വൈസിൽ കറക്കുമ്പോൾ ഇത് എന്തോന്നാവും? ക്ലോക്ക് വൈസിൽ കറങ്ങും. ക്ലോക്ക് വൈസിന്റെ ചിഹ്നം എന്തോന്നാണ് നമ്മൾ എടുക്കുന്നത്? മൈനസ്. അപ്പം -TA/TB. അതാണ് ഇവിടെ -TA/TB എന്ന് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ആം ഈസ് ഫിക്സഡ് +X റവല്യൂഷൻ ടു ഗിയർ എ. അത് സെയിം സംഭവം തന്നെ. അപ്പോൾ ഇവിടെ 0 കൊടുത്തു, ഇവിടെ +X കൊടുത്തു, ഇവിടെ 1 വന്ന സ്ഥലത്ത് X കൊടുത്തു. അപ്പം X × TA/TB എന്നുള്ള രീതിയിൽ മൈനസ് കൂടെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം മൂന്നാമത്തത് ആഡിങ് Y ടു ഓൾ എലമെന്റ്സ് +Y +Y എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ നാലാമത്തത് ടോട്ടൽ മോഷൻ. ടോട്ടൽ മോഷൻ എന്ന് പറയുന്നത് 0 + Y എത്ര? +Y. X + Y എത്ര? X + Y. -X TA/TB +Y എന്ന് പറയുന്നത് -X TA/TB +Y. അപ്പൊ ഇതാ ഈ അവസാനം കിട്ടുന്ന ഈ കോളത്തിൽ കിട്ടുന്നതാണ് എന്തോന്ന്? ഫൈനൽ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ എന്ത് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത ഏത് കണ്ടീഷൻ വരുന്നോ അതിനെ നമ്മൾ കൊടുക്കേണ്ടതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. എത്ര സ്പീഡിൽ കറങ്ങും, അത് ഏത് ഡയറക്ഷനിൽ കറങ്ങും എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടും. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. അപ്പം ഈ ഒരു ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവർ ചോദിച്ചിരിക്കുന്ന കണ്ടീഷനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ഇനിയിപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ആം ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആം ഫിക്സഡ് ആണെന്ന് പറയുമ്പോൾ NF = 0. NF എന്ന് പറയുന്നത് എന്തോന്നാണ്? +Y. ഓക്കെ, അപ്പോൾ Y = 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ അടുത്ത A റൊട്ടേറ്റ്സ് ഇൻ 150 RPM ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ മൈനസ്. അപ്പം NA എന്ന് പറയുന്നത് -150 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NAയുടെ ഇക്വേഷൻ X + Y = -150. ഇതിനകത്ത് നിന്ന് Y നമുക്കിവിടെ കിട്ടി 0. അപ്പം X എന്ന് പറയുന്നത് -150 എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി. അപ്പോൾ Xൻ്റെയും Yൻ്റെയും വാല്യൂ കിട്ടിയില്ലേ? ഇനിയിപ്പം എന്തോന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ഗിയർ ബി? ഗിയർ ബിയുടെ സ്പീഡ് എത്ര? അപ്പോൾ ഈ കിട്ടിയ Xനെയും ഈ കിട്ടിയ Yനെയും കൊണ്ടുവന്ന് ഇതിനകത്ത് കൊടുക്കുക. ഈ TA-യും TB-യും നമുക്കിവിടെ ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഉത്തരം എനിക്ക് +300 RPM എന്ന് കിട്ടി. 300 സൂചിപ്പിക്കുന്ന എന്തോന്നാണ്? അതിൻ്റെ സ്പീഡ്. പ്ലസ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്ന എന്തോന്നാണ്? അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? പ്ലസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഒരു സബ് ഇതും കൂടെ ഉണ്ട്. ആം 200 RPM എന്ന് പറഞ്ഞിട്ടുണ്ട്. ആം 200 RPM കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പം ആം 200 RPM എന്ന് പറയുമ്പോൾ ആം എന്ന് പറയുന്നത് NF കൗണ്ടർ ക്ലോക്ക് വൈസ്, അപ്പോൾ +200. ഓക്കെ, അപ്പോൾ NF എന്ന് പറയുന്നത് Y = 200 എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് A ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NA = 0. അപ്പോൾ അതിനകത്ത് നിന്ന് NA എന്ന് പറയുന്നത് X + Y. X + Y = 0. Y 200 ആണെന്ന് കിട്ടി. അപ്പോൾ X + 200 = 0. അപ്പോൾ X = -200. അപ്പോൾ X കിട്ടി, Y കിട്ടി. ഓക്കെ, ഇനി ബീൻ്റെ സ്പീഡ് എത്രയാണ്? അതാ ചോദിച്ചിരിക്കുന്നത്. ബീൻ്റെ സ്പീഡ് എങ്ങനെ? ഈക്വേഷൻ എടുത്തിട്ടാൽ പോയി. അപ്പം -200. ഈ മൈനസ് നമുക്ക് ഇക്വേഷനിൽ കിട്ടിയതാണ്. ഈ എക്സിന്റെ വാല്യൂ ആണ് ഈ മൈനസ്. ഓക്കെ, ടി എന്ന് പറയുമ്പോൾ 50/25 പ്ലസ് Y എന്ന് പറയുന്നത് 200. ഓക്കെ, Y എന്ന് പറയുന്നത് 200. അപ്പോഴത്തേക്ക് എന്തോന്ന് കിട്ടും? 200 ഈ മൈനസ് വെട്ടിപ്പോയി. 200 × 50/25 പ്ലസ് 200 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം എത്ര കിട്ടും? 600 RPM എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇത് പ്ലസ് അല്ലേ? പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോന്നാണ്? ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നല്ലേ? ആന്റി ക്ലോക്ക് വൈസ്. അത്രേ ഉള്ളൂ. ഒരു 2, 3, 4 എപ്പിസൈക്കിൾ ഗിയർ ട്രെയിനിൻ്റെ ചോദ്യമുണ്ട്. ഇത് വെറും ബേസിക്. അപ്പോൾ ഞാനൊരു 2 ഡെമോ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്.
ഒന്നും രണ്ടും രണ്ട് ഡെമോ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഡെമോ ക്വസ്റ്റ്യനും ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൂടുതൽ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൂടെ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ സെറ്റായിട്ട് എക്സാമിന് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാം. കാരണം മിക്കപ്പോഴും അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ വരുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ഒരു ഷാഫ്റ്റിൽ തന്നെ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആയിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ ഇതിനെ എ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് വിളിച്ചു. അപ്പോൾ നമ്മളിവിടെ NA ഓർ NB എന്ന് പറഞ്ഞ് എടുക്കും. രണ്ടെണ്ണമായിട്ട് എടുക്കത്തില്ല. NA NB സെപ്പറേറ്റ് എടുക്കാതെ NA ഓർ NB എന്ന് പറഞ്ഞെടുക്കും. അത് ആ കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുക. അതായിരിക്കും കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ അത് വെച്ച് പഠിച്ചാൽ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ ചോദിക്കത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മിക്കപ്പോഴും ഫിഗർ തരും. ഫിഗർ തന്നില്ലെങ്കിൽ വായിച്ചിട്ട് വരയ്ക്കാൻ പറ്റുമോ നോക്കുക. എപ്പിസൈക്കിൾ എന്ന് പറയുമ്പം ഏതാണ്ട് പാറ്റേൺ ഇങ്ങനെയാണ്. അപ്പോൾ 2-3 കണക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിഗർ എങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് വരുന്നത്. ഒരു ആമ് കാണും, പിന്നെ കുറേ ഗിയറും കാണും. അപ്പം ഇതിനകത്ത് എപ്പിസൈക്കിൾ ഗിയർ കൺസിസ്റ്റ് ഓഫ് 3 ഗിയേഴ്സ് A, B ആൻഡ് C. ABC ഉണ്ടെന്ന് പറഞ്ഞുണ്ട്. ഗിയർ A ഹാസ് 72 ഇന്റേണൽ ടീത്ത്. A എന്ന് പറയുന്നത് 72 ഇന്റേണൽ ടീത്ത്. അപ്പോൾ അത് ഉറപ്പായിട്ടൊരു വലിയ ഗിയർ ആയിരിക്കും. അതിൻ്റെ അകത്തായിരിക്കും വേറെ ഗിയർ വരുന്നത്. എന്നാൽ മാത്രമേ ഇന്റേണൽ ടീത്ത് വരത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഗിയർ C ഹാസ് 44 എക്സ്റ്റേണൽ ടീത്ത്. സിക്ക് വന്നിട്ട് 44 ടീത്താണ് ഉള്ളത്. എക്ക് വന്നിട്ട് 72 ഇന്റേണൽ ടീത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഗിയർ B മെഷേഴ്സ് വിത്ത് ടീത്ത് A ആൻഡ് C. അപ്പം എക്കും സിക്കും ഇടയ്ക്കാണ് B ഉള്ളത്. എന്നിട്ട് ഒരു ആമും ഉണ്ട് EF. അതാണെങ്കിൽ എയുടെ സെൻട്രലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഗിയർ നമ്മളിങ്ങനെ വലുതായിട്ട് വരച്ചു. പിന്നെ C ഇങ്ങനെ വരച്ചു. സിക്കും എക്കും ഇടയ്ക്കായിട്ട് എന്തുണ്ട് B ഉണ്ട്. എന്നിട്ട് ഇതൊരു ആമിലാണ് ഇരിക്കുന്നത്. ഈ ആമിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത് എന്റെ നടുക്കാണ്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ തരും. ഓക്കെ, ശരി. അപ്പം അത് വെച്ച് നമ്മൾ അങ്ങനെ മൈൻഡിൽ കൊണ്ടുവരിക. അപ്പം ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടീത്ത് ഓഫ് എ അറിയാം, ടീത്ത് ഓഫ് C അറിയാം. ഏത് ടീത്ത് അറിയാത്തത്? TB. അത് വേണമെങ്കിൽ നമുക്ക് ആദ്യമേ കണ്ടുപിടിച്ച് വെക്കാം, അല്ലെങ്കിൽ കണക്ക് ചെയ്തിട്ട് എപ്പോഴാണോ ആവശ്യം അപ്പോഴാണെങ്കിലും കണ്ടുപിടിക്കാം. ജസ്റ്റ് ഈ ഒരു കാര്യം ഇപ്പോൾ പറയാം. ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ, ഇതിപ്പം ഫുള്ളെന്ന് പറയുന്നത് എന്തോന്നാണ്? ഡയമീറ്റർ ഓഫ് A ആണ്. നമുക്ക് B ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം റേഡിയസ് ഓഫ് A എന്ന് പറയുമ്പോൾ ഇത്രയും വരും അല്ലേ? അതിൽ നിന്ന് സിന്റെ റേഡിയസ് കുറച്ച് കഴിഞ്ഞാൽ, എന്റെ റേഡിയസിൽ നിന്ന് സിന്റെ റേഡിയസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടുന്ന എന്തോന്നാണ്? അതാണ് ബിന്റെ ഫുൾ ഡയമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. DB എന്ന് പറയുന്നത്, ഡയമീറ്റർ ഓഫ് B എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് A, അതാണ് DA/2 മൈനസ് DC/2. ഓക്കെ, അപ്പോഴത്തേക്കും കിട്ടുന്നതാണ് DB. അപ്പോൾ നമ്മൾ അതിനെ ടിന്റെ ഫോമിൽ എഴുതി. D കൊടുത്ത സ്ഥലത്തൊക്കെ T ഇട്ട് എഴുതി. അപ്പോൾ TB = TBA/2 മൈനസ് TC/2. അപ്പോൾ എന്തോന്ന് കിട്ടി? TA നമുക്കറിയാം, TC ഇട്ട് അറിയാം. വാല്യൂ കൊടുത്ത് കഴിയുമ്പോൾ TB = 14 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ആദ്യം അതടുത്ത് ഇവിടെ എഴുതി വെച്ചേക്കാം, TB = 14. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി അതിനുശേഷം നമ്മൾ ബോക്സ് വരയ്ക്കുക. ഇതിപ്പോഴും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോഴും ഇത് കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, ഇനിയിപ്പം ബോക്സ് വരയ്ക്കുന്നു. ബോക്സ് വരയ്ക്കാൻ നേരത്തെ എങ്ങനെയാണ്? സ്റ്റെപ്പ് നമ്പർ, കണ്ടീഷൻ ഓഫ് മോഷൻ, അതിനുശേഷം ആമിന് ശേഷം ഏതാണ്? ഇപ്പോൾ മൊത്തം 3 ഗിയറല്ലേ ഇതിനകത്തുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗിയറിൽ തുടങ്ങി അത് തൊട്ടുകൊണ്ടിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് അതിനെ തൊട്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ സിയിൽ തുടങ്ങി, സെൻറ്ററിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. സെൻറ്ററിൽ നിന്ന് തുടങ്ങി. അപ്പോൾ ആം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ C ആണ് എഴുതിയത്. C എഴുതി കഴിഞ്ഞിട്ട് C തൊട്ടുകൊണ്ടിരിക്കുന്നത് ബിനെയാണ്, B എഴുതി. B തൊട്ടുകൊണ്ടിരിക്കുന്നത് എനെയാണ്, A എഴുതി. അങ്ങനെ 3 ഗിയറും എടുത്ത് എഴുതി വെച്ചു. ഇനിയിപ്പോൾ അടുത്ത കണ്ടീഷനിലേക്ക് പോകാം. ആദ്യം ഒന്നും ഇട്ടു, ആം ഫിക്സഡ് +1 റെവല്യൂഷൻ ടു ഗിയർ. ഏതാണ്? ആം കഴിഞ്ഞിട്ട് ഏതാണ് എഴുതിയിരിക്കുന്നത് അത് വേണം ഇവിടെ എഴുതാൻ. ഇപ്പോൾ C ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് C എഴുതി. ആം ഫിക്സ് എന്ന് പറയുമ്പോൾ 0, +1 റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ +1 കൊടുത്തു. എന്നിട്ട് NB ആരെയാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്? NC. അപ്പോൾ NB/NC എന്ന് പറഞ്ഞ് എഴുതി. TC/TB. അപ്പോഴേ പറഞ്ഞല്ലോ. അപ്പോൾ NB = TC/TB × NC. ഈ NC അപ്പുറം പോകും. അതിനുശേഷം എന്തോന്ന് ചെയ്യും? NC എന്ന് പറയുന്നത് +1. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് TC/TB എന്ന് എഴുതി. ഇനി ഒന്ന് ആലോചിക്കുക, ഈ ഒരു സാധനം ക്ലോക്ക് വൈസിൽ കറങ്ങി. അല്ല, ഇതിപ്പോൾ +1 അല്ലേ? +1 എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ സീനെ നമ്മൾ ആന്റി ക്ലോക്ക് വൈസിൽ കറക്കി. അപ്പോൾ B എന്ന് പറയുന്ന സാധനം എങ്ങനെ കറങ്ങും? ക്ലോക്ക് വൈസിൽ കറങ്ങും. അതുകൊണ്ടാണ് ഈ മൈനസ് കൊടുത്തത്. ഓക്കെ, അതിനുശേഷം NA എന്ന് പറയുന്ന ഒരു ഇന്റേണൽ ടീത്താണ്. അപ്പോൾ NA/NB എന്ന് എഴുതി. NA തൊട്ടുകൊണ്ടിരിക്കുന്ന NBനെ, NA മണ്ടയ്ക്ക് എഴുതാൻ കാരണം NA ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ NA/NB എന്ന് പറയുന്നത് എന്തോന്നാണ്? TB/TA. ഓപ്പോസിറ്റ് ആയിട്ട് എഴുതി.
എന്നിട്ട് എൻ എ ഇസ് ഈക്വൽ ടു ടി ബി ബൈ ടി എ ഇൻറ്റു എൻ ബി. അപ്പോൾ എൻ ബി എന്തോന്നാണ്? എൻ ബി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചാൽ ടി സി ബൈ ടി ബി. അപ്പം ടി സി ബൈ ടി ബി എന്ന് എഴുതി. നമ്മൾ എഴുതിയിരിക്കുന്നത് ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും മണ്ടകത്ത് ഈ താഴത്തേക്ക് ക്രോസിൽ വെട്ടിപ്പോയി. ടി ബിയും വെട്ടിപ്പോയി ടി സി ബൈ ടി എ എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പം ഡയറക്ഷൻ നോക്കണം. ഇത് ഇന്റേണൽ ടീത്ത് അല്ലേ? ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങുന്നോ അതേ ഡയറക്ഷനിലായിരിക്കും ഇന്റേണൽ ടീത്തുള്ള ഈ എയും കറങ്ങുന്നത്. അപ്പോൾ ബി വന്നിട്ട് ക്ലോക്ക് വൈസിലായിരുന്നു കറങ്ങിയത്. അപ്പം എൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങും. അങ്ങനെ ഇതിന് മൈനസ് കിട്ടും. അപ്പം ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ എന്തോന്നാണ്? ചുമ്മാ വലിച്ചു വരെ എഴുതുക. ആം ഫിക്സഡ് പ്ലസ് എക്സ് റെവല്യൂഷൻ ടു ഗിയർ സി. 0 കൊടുത്തു, പ്ലസ് എക്സ് കൊടുത്തു, ഈ എക്സ് എല്ലാത്തിനും ഇൻറ്റു ചെയ്ത് വന്നു. ഇനിയിപ്പോൾ ആഡ് വൈ ടു ഓൾ എലമെന്റ്സ്. വൈ ആഡ് ചെയ്യണം. അപ്പോൾ പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് വൈ എന്ന് കൊടുത്തു. ടോട്ടൽ മോഷൻ 0 പ്ലസ് വൈ വൈ, എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ തന്നെ, മൈനസ് എക്സ് ഇത് പ്ലസ് വൈ എന്ന് പറയുന്നത് അത്, മൈനസ് എക്സ് ചെയ്തത് അതിൻ്റേത്. ഓക്കെ, അപ്പോൾ ആ സംഭവങ്ങളെല്ലാം കിട്ടി. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ചോദ്യം എന്താണ്? ഇ എഫ് വന്നിട്ട് 18 RPM കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഇ എഫ് 18 RPM കൗണ്ടർ ക്ലോക്ക് എന്ന് പറയുമ്പോൾ പ്ലസ്. ഇപ്പോൾ എൻ ഇ എഫ് എന്ന് പറയുന്നത് 18. എൻ ഇ എഫിൻ്റെ ഇക്വേഷൻ എന്തോന്നാണ്? വൈ 18 പറഞ്ഞ് കിട്ടി. ഇനി അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് എ ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ എ ഇസിക്കൽ ടു 0 കൊടുക്കണം. എൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ മൈനസ് എക്സ് ടി സി ബൈ ടി എ പ്ലസ് വൈ ഇസിക്കൽ ടു 0 എന്നാണ്. അപ്പോൾ ഞാൻ എന്തോന്ന് കൊടുത്തു? എനിക്ക് അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. ബാക്കിയെല്ലാം കൊടുത്ത് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇസിക്കൽ ടു 0 അല്ലേ? അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് 29.45 എന്ന് പറഞ്ഞ് കിട്ടി. അതാണ് എനിക്ക് എന്തോന്ന് കിട്ടിയ എക്സിൻ്റെ വാല്യൂ. ഇനിയിപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഗിയർ ബിൻ്റെയും ഗിയർ സിൻ്റെയും സ്പീഡ് കണ്ടുപിടിക്കുക. അതായത് എൻ ബി കണ്ടുപിടിക്കുക, എൻ സി കണ്ടുപിടിക്കുക. എൻ ബിയുടെ ഇക്വേഷൻ താണ്ട് കിടക്കുന്നു, എൻ സിയുടെ ഇക്വേഷൻ താണ്ട് കിടക്കുന്നു. ഈ ഇക്വേഷനില്ലാത്ത എക്സും വൈയും കൂടെ കൊടുത്ത് അറിയാവുന്ന ടീത്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെ. അപ്പോൾ എൻ സിയുടെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ, എക്സും വൈയും അറിയാം, കൊടുത്തപ്പോഴത്തേക്കും കിട്ടി. കിട്ടിയത് ഒരു പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസ്. അങ്ങനെ ഞാനിത് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് എഴുതി. ഇനി എൻ ബി ഇക്വേഷൻ്റെ അകത്ത് ടി ബി ഉണ്ട്. ടി ബി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. അതും കൂടെ ഇട്ട് കൊടുക്കാൻ നേരത്തെ എനിക്ക് കിട്ടിയത് -74.55 എന്ന് പറഞ്ഞ് കിട്ടി. അത് എന്തോന്നാണ്? ക്ലോക്ക് വൈസ് ആണ്, മൈനസ് ഉണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ഡെമോ ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചുവിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് എപ്പിസിക്കൽ ഗിയർ ട്രെയിൻ എന്നാണ് അറേഞ്ച് ഷോൺ ഇൻ ഫിഗർ. ഈ ഫിഗർ തന്നിരിക്കുന്ന പോലെയാണ് ഗിയർ ട്രെയിൻ വന്നിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹൗ മെനി റവല്യൂഷൻ ഡസ് ദ ആം ടു വിച്ച് പിനിയൻ ബി ആൻഡ് സി ആർ അറ്റാച്ച്ഡ്. അതായത് ബിയും സിയും എത്ര റവല്യൂഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ശരി. അപ്പം അവർ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എ മേക്സ് 1 റവല്യൂഷൻ ക്ലോക്ക് വൈസ്, ഡി മേക്സ് ഹാഫ് എ റവല്യൂഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, പിന്നെ എ മേക്സ് 1 റവല്യൂഷൻ ക്ലോക്ക് വൈസ്, ഡി സ്റ്റേഷനറി. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണെങ്കിൽ അപ്പം കണ്ടീഷൻ എങ്ങനെ, അപ്പം എങ്ങനെ എൻ സി എങ്ങനെ വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഗിയേഴ്സ് എ ആൻഡ് ഡി ആർ 40 and 90 റെസ്പെക്റ്റീവ്ലി, ക്രമമായി. അപ്പോൾ എയുടെ ഇത് 40, ഡിയുടെ ഇത് 90. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ബി എന്ന് പറയുന്ന ഗിയറും സി എന്ന് പറയുന്ന ഗിയറും സെയിം ആണ്. ഞാനിതിപ്പം ഒരു ഡെമോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാൻ കാരണം ഈ ഒരു സംഭവം വരുവാണെങ്കിൽ ബിയും സിയും ഏതാണ്ട് ഒന്നാണെന്നുള്ള രീതിയിൽ കരുതുക. അതായത് എൻ ബി ഇസിക്കൽ ടു എൻ സി എന്നുള്ള രീതിയിൽ എഴുതുക. അപ്പം ഇവിടെ നിങ്ങൾ ബോക്സ് വരയ്ക്കാൻ നേരത്തെ എൻ ബിക്ക് ഒരു കോളം എൻ സിക്ക് ഒരു കോളം വരയ്ക്കാതെ എൻ ബി ഓർ എൻ സി എന്നുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, ഇതിന് ഒറ്റ ഇതായിട്ട് എടുക്കുക. അപ്പം ഇതിൻ്റെ നമുക്ക് റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? എൻ ബിയുടെ ഇതും സിയും ഈക്വൽ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഇത് ഇല്ലയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എൻ ബി എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ എടുക്കാം? അതായത് ഡി ഇല്ലേ, ഡിൻ്റെ റേഡിയസ് മൈനസ് എയുടെ റേഡിയസ് ചെയ്യുമ്പം ഈ ബിയുടെ ഡയമീറ്റർ കിട്ടത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതായത് ഡിയുടെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത്രയും കാണും. അതിൽ നിന്ന് എയുടെ റേഡിയസ് ഇത്രയും കുറയ്ക്കുമ്പോൾ മിച്ചം കിട്ടുന്നതാണ് എന്തോന്ന്? ബിൻ്റെ ഡയമീറ്റർ. ഓക്കെ, അപ്പം ഡി ബി ഈക്വൽ ടു എഴുതുക. ഡി ബി ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് എന്തോന്നാണ്? ഡിൻ്റെ ഡയമീറ്റർ ഡിൻ്റെ റേഡിയസ് മൈനസ് എയുടെ റേഡിയസ് ചെയ്യുമ്പോൾ എന്തോന്ന് കിട്ടി? ഡി ബി കിട്ടി. അപ്പം നമുക്കതിനെ ടീൻ്റെ ഫോമിൽ എഴുതുമ്പം ഡി കൊടുത്ത സ്ഥലത്ത് ടി കൊടുക്കുക. ടി ബി ഈക്വൽ ടു ടി ഡി ബൈ 2 മൈനസ് ടി എ ബൈ 2. അപ്പോഴത്തേക്ക് എന്തോന്ന് കിട്ടും? ടി ബിയുടെ വാല്യൂ 5 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് ടി ഡിയും ടി എയുടെ വാല്യൂ അറിയാലോ. ഇട്ട് കൊടുക്കാൻ നേരത്ത് ടി ബി ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പം നമ്പർ ഓഫ് ടീത്ത് ഓഫ് ഗിയർ ബി അല്ലെങ്കിൽ ഗിയർ സി എന്ന് പറയുന്നത് എന്തോന്നാണ്? 5 ആണ്. ഓക്കെ, 5 ആണ്. ടി ബി ഓർ ടി സി ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് വരും. ശരി, ഇനിയിപ്പോൾ അടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ബോക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസിനെ പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് എടുത്തു, ക്ലോക്ക് വൈസിനെ മൈനസ് ആണെന്ന് പറഞ്ഞ് എടുത്തു. ഇനിയിപ്പോൾ ബോക്സ് വരയ്ക്കുക. സ്റ്റെപ്പ് നമ്പർ, കണ്ടീഷൻ ഓഫ് മോഷൻ, സ്പീഡ് ഓഫ് ആം, അതാണ് ആദ്യം എഴുതേണ്ടത്.
അപ്പോൾ അത് NF എടുത്തു. പിന്നെ ഏതെങ്കിലും ഒരു ഗിയറിൽ നിന്ന് തുടങ്ങും, ഒന്നെങ്കിൽ A തുടങ്ങി പുറത്തേക്ക് പോവുക. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. അപ്പോൾ NA എടുത്തു. അതിനുശേഷം NB അല്ലെങ്കിൽ NC. NB വേറെ NC വേറെ അല്ല, ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു എപ്പിസൈക്കിൾ ഗിയർ ട്രെയിനിൽ വിചാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഏത് വന്നാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ശരി, അപ്പം B അല്ലെങ്കിൽ C എന്നുള്ള രീതിയിൽ എടുത്തു. അതിനുശേഷം D എടുത്ത് എഴുതി. ഓക്കെ, എന്നിട്ട് ബാക്കിയെല്ലാം എഴുതുന്ന പോലെ തന്നെ ആം ഫിക്സഡ് +1 റെവല്യൂഷൻ ടു ഗിയർ A 0 +1 റെവല്യൂഷൻ ടു ഗിയർ A. പ്ലസ് എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം NB എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? NB = TA/TB ഇൻറ്റു NBയുടെ താഴെ NA, അതിപ്പുറം പോയപ്പോൾ ഇൻറ്റു NA. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ TA/TB, NA എന്ന് പറഞ്ഞാൽ ഇവിടെ +1 അല്ലേ, അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ ഇതിപ്പം ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങി, ഇതെങ്ങനെ കറങ്ങും? ക്ലോക്ക് വൈസിൽ കറങ്ങും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇത് +ആയി ഇത് -ആയി. ഓക്കെ, ശരി. ഇനിയിപ്പോൾ ഗിയർ ഡിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ അത് പെട്ടെന്ന് കയറ്റി ND = എഴുതുക TB/TD ഇൻറ്റു NB. ND/NB എന്നാണ്. അപ്പോഴത്തേക്ക് ഇവിടെ B എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് TB/TD വരും. ഈ B ഇപ്പുറം പോകുമ്പോൾ ഇൻറ്റു NB ആവും. ശരി, അപ്പം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ എങ്ങനെയാകും? ഇത് വെട്ടിപ്പോവും, കണ്ടോ? അതുപോലെ വെട്ടിയിട്ടുണ്ട്, TBയും TBയും വെട്ടിപ്പോയി. അപ്പോൾ TA/TD എന്ന് പറഞ്ഞു വന്നു. ഡയറക്ഷൻ എങ്ങനെ? ഇതൊരു ഇന്റേണൽ ടീത്ത് അല്ലേ, അപ്പോൾ B ഏത് ഡയറക്ഷനിൽ കറങ്ങുന്ന ആ ഡയറക്ഷനിൽ Dയും കറങ്ങത്തുള്ളൂ. അപ്പോൾ സെയിം മൈനസ് എടുത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇത് കംപ്ലീറ്റ് ആവുന്നത്. ഇനി അതിനുശേഷം ആം ഫിക്സഡ് +X കൊടുത്തു. അപ്പോൾ 0 +1 കൊടുത്ത സ്ഥലത്ത് X, ഇവിടെ X വരും, ഇവിടെ X വരും. പിന്നെ ആഡ് Y ടു ഓൾ എലമെന്റ്സ്, +Y വരും, +Y വരും, +Y വരും, +Y. അത് ടോട്ടൽ മോഷൻ, ഇതും കൂടെ കൂട്ടി വേണം എഴുതാൻ. അപ്പോൾ Y എഴുതി, X+Y എഴുതി, -X TA/+Y, ഇത് അതുപോലെ അങ്ങനെ Y എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ എന്നാ? A 1 റെവല്യൂഷൻ ക്ലോക്ക് വൈസിൽ, അപ്പോൾ NA = -1. ഓക്കെ, D മേക്സ് ഹാഫ് എ റെവല്യൂഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പം ND = ഹാഫ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തോന്നാണ്? NB അല്ലെങ്കിൽ NCയുടെ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, NB അല്ലെങ്കിൽ NCയുടെ. അപ്പോൾ NA എന്ന് പറയുന്ന ഇക്വേഷൻ X+Y = -1 കൊടുത്തു. അപ്പോൾ X = -1 -Y എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പം അതപ്പോൾ അവിടെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് എടുത്ത് അവിടെ ഇരിക്കട്ടെ. അത് ഇനിയിപ്പോൾ അടുത്ത ND = ഹാഫ് എന്ന് പറഞ്ഞില്ലേ, NDയുടെ ഇക്വേഷൻ എടുത്ത് കൊടുക്കുക. ഇതാണ് NDയുടെ ഇക്വേഷൻ, അത് എടുത്ത് കൊടുത്തു. TA/TD 40 90 എല്ലാം കൊടുത്തു. ഇതിനകത്ത് നമുക്ക് എക്സിൻ്റെ അവിടെ നമ്മൾ എന്തോന്ന് പറഞ്ഞിട്ടു? X = -1 -Y എന്നാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്ററിൽ ഇട്ട് Yൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, 0.038 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഡൗട്ടില്ലല്ലോ. അപ്പം Xും Yയും കിട്ടിയേ. ഇതും വെച്ചിട്ട് നമുക്ക് എന്തോന്ന് ചെയ്യാം? NB അല്ലെങ്കിൽ NC കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ കൊണ്ടേ ഇടുക. എല്ലാം ഉണ്ട്, TBയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇട്ട് ചെയ്യാൻ നേരത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. അത് പോസിറ്റീവ് ആണെങ്കിൽ എന്തോന്ന്? കൗണ്ടർ ക്ലോക്ക് വൈസ്, നെഗറ്റീവ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്. എനിക്കത് കിട്ടിയത് എന്തോന്നാണ്? -8.266 എന്ന് പറഞ്ഞ് കിട്ടി. മൈനസ് ആയതുകൊണ്ട് അത് ക്ലോക്ക് വൈസ്. ഇനിയിപ്പോൾ അടുത്തത് എന്തോന്നാണ്? പിന്നെ A മേക്സ് 1 റെവല്യൂഷൻ ക്ലോക്ക് വൈസ്, അപ്പം NA = -1. ND സ്റ്റേഷനറി, ND = 0. അപ്പോൾ NB അല്ലെങ്കിൽ NC കണ്ടുപിടിക്കുക. അപ്പം NAയുടെ ഇക്വേഷൻ X+Y = -1 കൊടുത്തു. അപ്പോൾ Xൻ്റെ ഇക്വേഷൻ കിട്ടി, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ NDയുടെ ഇക്വേഷൻ എടുത്തിട്ട് കൊടുത്തപ്പോഴത്തേക്ക് Y നമുക്ക് 0.8 എന്ന് പറഞ്ഞ് കിട്ടി. അതുകൊണ്ട് നമ്മൾ Xൽ ഇട്ടെടുത്തപ്പോൾ Xൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ Yൻ്റെ വാല്യൂ നമുക്ക് പറയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷനിൽ TA/TB, അതിൻ്റെ TB നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണല്ലോ, അത് എടുത്ത് ചെയ്യാൻ നേരത്തെ എന്തോന്ന് കിട്ടും? 15.2 RPM കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ്. അത്രയേ ഉള്ളൂ ഈ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. തേർഡ് മോഡ്യൂൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഗിയറും ഗിയർ ട്രെയിനും. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ വരാൻ നേരത്ത് ചെയ്യാനുള്ളത് അത് ആ ഒരു രീതിയിൽ ചെയ്യണം. ഗിയർ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇക്വേഷൻസ് പഠിച്ച് വെച്ചിട്ട് അതിനെ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്ത് ആ ഒരു രീതിയിൽ കൊണ്ടുവരണം. പിന്നെ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് ഒരു ഇത് കണക്ക് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സില്ലേ, അതിന് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കാണും. അപ്പം നിങ്ങൾ ഇത് കാണുന്നവർ ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസും കൂടെ നോക്കണം. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിനെയും അവരെങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ആ ബോക്സ് വരയ്ക്കാൻ നേരത്ത് ഏതൊക്കെ ഓറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ആകപ്പാടെ ഞാൻ പറഞ്ഞല്ലോ 1 2 3 4 ഒരു 4 അല്ലെങ്കിൽ ഒരു 5 പാറ്റേൺ ഒക്കെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൽ വരത്തുള്ളൂ. അത് തന്നെയാണ് പിന്നെ റിപ്പീറ്റ് അടിച്ചും ചെറിയ ഒരു വ്യത്യാസമൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 4-5 പാറ്റേൺ മാത്രം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് സുഖമായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ തേർഡ് മോഡ്യൂൾ. താങ്ക് യു.